السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനാ നിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തുമെല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കണമെന്ന് നമ്മോടൊക്കെ പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, മഗ്രിബിന് ശേഷം ഒരല്പസമയം ഒരുമിച്ച് കൂടി അല്ലാഹുവിനെ കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചുമൊക്കെ പറയാനും കേൾക്കാനും അതുവഴി ഈമാൻ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു അവസരത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ ഒരു അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ഈമാൻ എന്നത് അത് എപ്പോഴും കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അൽ ഈമാനു യസീദു വ യൻഖുസ് എന്ന് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ നൽകിയതായി കാണാം. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം, അഥവാ യസീദു ബിത്വാഅത്തി വ യൻഖുസു ബിൽ മആസി എന്നാണ്. നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും, തിന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കുറയുകയും ചെയ്യും. നല്ല ഉപദേശങ്ങൾ കേട്ട് പള്ളികളുമായി എപ്പോഴും ബന്ധം സ്ഥാപിച്ച് നല്ല മനുഷ്യന്മാരുമായി ഇടപഴകി നന്മയിൽ മുഴുകി ഒരാൾ ജീവിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കും. മോശപ്പെട്ട മനുഷ്യന്മാരുമായി ഇടപഴകി പള്ളിയില്ല, ഖുർആനോത്തുമില്ല, മോശപ്പെട്ട സംസ്കാരത്തിലാണ് കുറച്ച് ദിവസം കഴിഞ്ഞുകൂടിയേ എങ്കിൽ സ്വാഭാവികമായും അയാളുടെ ഈമാൻ കുറയുകയും ചെയ്യും. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന ചോദ്യത്തിന് മുൻഗാമികൾ നൽകിയ മറുപടി അല്ലദീന ഇദാ റുഊ ദുക്കിറല്ലാഹ് എന്നാണ്. അവരെ കണ്ടാൽ തന്നെ അല്ലാഹുവിനെ ഓർമ്മയാകും. അവരുമായി സംസാരിച്ചാൽ, അവരുമായി ഇടപഴകിയാൽ, അവരെ കൂടെ കൂടിയാൽ പടച്ചോനെ ഓർമ്മയാകുമെങ്കിൽ അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. ഓനൊപ്പം 10 ഇരുന്നാൽ നല്ല കുറെ ഒരു ബോധം ലഭിക്കുന്നു, പടച്ചോനെ പറ്റിയുള്ളൊരു ഓർമ്മ വർദ്ധിക്കുന്നു, തഖ്വ വർദ്ധിക്കുന്നു, ഈമാൻ കൂടുന്നു എങ്കിൽ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് എന്നാണ്
മുൻഗാമികൾ പരിചയപ്പെടുത്തിയത്. സ്വഹാബിമാരൊക്കെ തമ്മിൽ കാണുമ്പോൾ അവർ പറയുമായിരുന്നു, തആലൗ നുഅ്മിൻ സാഅ, വാ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഈമാൻ ഉണ്ടാക്കാം എന്ന് പറയുമായിരുന്നു എന്നാണ് സ്വഹാബിമാർ. നമ്മളുടെ ഒരു അങ്ങാടി കണ്ടാൽ വേണം ഒരു ചായ കുടിച്ചു പോകാം, ഒരു വെള്ളം കുടിച്ചു പോകാം എന്ന് പറയുന്ന സ്ഥാനത്ത് സ്വഹാബിമാർ പരസ്പരം കാണുമ്പോൾ പറയുന്ന വാക്ക്, വരൂ നമുക്കൊരു ഈമാൻ ഉണ്ടാക്കാം. അങ്ങനെ എവിടെയെങ്കിലും ഒഴിഞ്ഞാണ്ട് ഇരുന്ന് ഒരു കുറച്ചു നേരം നരകത്തെപ്പറ്റി പറഞ്ഞ്, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ്, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ്, ദീനിയായ നല്ല നല്ല ഓർമ്മപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി അങ്ങനെ ഈമാൻ വർദ്ധിപ്പിച്ചവർ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇത്തരം വേദികളൊക്കെ നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ നിമിത്തമായി മാറണം. അല്ലാത്ത വേറെ ഉദ്ദേശമൊന്നും ഇതിലില്ല. നമ്മളെ കൂടിയിരുന്നു, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടു. നമ്മളെല്ലാവരും അതങ്ങനെ ഉൾക്കൊണ്ട് ചർച്ച ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു ബോധം വർദ്ധിക്കാനും തഖ്വ കൂടാനും പടച്ചോനെ പറ്റി കുറച്ചുകൂടെ ഒരു കാര്യബോധം ഉണ്ടാകാനും ഒക്കെ ഈ ഒരു ഇരുത്തം കൊണ്ട് പറ്റിയാൽ ഇത് നമുക്ക് വലിയ ലാഭമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ പടച്ച റബ്ബിനെ അറിയുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അള്ളാഹിനെ അറിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാ തിന്മയും എല്ലാ തോന്നിവാസങ്ങളും മുഴുവൻ വഴിവിട്ട ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം കയറി വരുന്നത് പടച്ചോനെ മനസ്സിലായിട്ടില്ല എന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നടന്നു വരുന്ന ഒരു മുശ്രിക്കായ മനുഷ്യനെ പറ്റി സൂറത്ത് യാസീനിൽ അല്ലാഹു തആല അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഈ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവിടുത്തെ പിന്നെ മരുഭൂമിയിൽ നിന്ന് മണലിൽ നിന്ന് ഒരു നുരുമ്പിയ എല്ലിങ്ങനെ കാണുകയാണ്. അപ്പൊ അതിങ്ങനെ എടുത്തിട്ട് അങ്ങനെ നോക്കിയിട്ട് പറയാൻ പഠിച്ചത്, ഇതൊക്കെ ഇപ്പോ ഏത് ജീവന്റെ എല്ല, ഏത് കാലത്ത് ജീവിച്ചതാ ഒരു പിടുത്തൂല്ലല്ലോ. ഏതോ ഒരു ജീവന്റെ ഒരു എല്ല് ആകെ നുരുമ്പി പൊടിഞ്ഞ് കഴിച്ചിട്ടുണ്ട്. ഈ മുഹമ്മദ് പറയുന്നത് ഇപ്പോ ഈ എല്ലൊക്കെ ഇനിയിപ്പോ രണ്ടാമത് എണീക്കുന്നതാണല്ലോ, എന്താ ഇപ്പൊ ഇയാളെ കഥ എന്നാ ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതിനേക്കാൾ ആ എല്ലും എടുത്തുകൊണ്ട് നേരെ നബിയുടെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നത്, ആരാണ് മുഹമ്മദെ ഈ എല്ലൊക്കെ ജീവിപ്പിക്കുക? ഇത് ആകെ നുരുമ്പിയിട്ടുണ്ട്, ഇതൊക്കെ ഇനി ആര് ജീവിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് ആയത്തിറക്കി കൊടുത്തു, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. പറയുക പ്രവാചകരെ, മറുപടി കൊടുക്കുക, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യ തവണ ആരാണോ അതുണ്ടാക്കിയത് അവൻ തന്നെ അത് ജീവിപ്പിച്ചു കൊള്ളുമെന്ന് പറയുക നബിയെ എന്നാണ്. ഈ എല്ലും ഇല്ലാതെയാണ് അല്ലാഹ് പടച്ചത്. നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് അതൊരു എല്ലുണ്ടായിട്ട് ആ എല്ലുമെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതല്ല. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും പിന്നീട് ഉണ്ടായി വന്നത്. അങ്ങനെ വളർന്നു വന്ന് വലുതായി പ്രായം പക്വതയൊക്കെയായി അങ്ങനെ പിന്നീട് എപ്പോഴും അവൻ മരണപ്പെട്ടു, മണ്ണിന്റെ ഭാഗമായി മാറി. അങ്ങനെ പോലെ എല്ലും ഇറച്ചിയുമൊക്കെ ഈ മണ്ണിലേക്ക് ദ്രവിച്ച് തുരുമ്പി അത് ഇല്ലാതായി പോയാൽ ആദ്യം ഉണ്ടാക്കിയവന് ഇനി ഒന്നും കൂടി എണീപ്പിക്കാൻ കഴിയില്ല എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പറയും. അപ്പൊ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടില്ല. ആ ആയത്ത് പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞ വാക്ക് എന്നാണ്. അവൻ ഇതാ നമുക്ക് ഉദാഹരണവുമായി വന്നിരിക്കുന്നു. അവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവൻ മറന്നിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ പറയില്ല, ഉണ്ടായി വന്ന വഴി ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഈ നുരുമ്പെ എല്ലെടുത്തുകൊണ്ട് വരൂല. കാരണം എന്താ, ഈ എല്ലില്ലാതെയാണ് ഞാൻ ഉണ്ടായത് എങ്കിൽ പിന്നെ എല്ലുമെന്ന് ഉണ്ടാക്കാൻ ഇത് ആദ്യം ഉണ്ടാക്കിയവന് പ്രയാസമുണ്ടാവുക ഇല്ല എന്ന് ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പടച്ച റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ജീവിതത്തിൽ തെറ്റായ വഴിക്കെല്ലാം പോണത്. പിഴച്ചു പോകല് അപ്പോഴാണ്, വഴിപാട് സഞ്ചരിക്കൽ അപ്പോഴാണ്, വിശുദ്ധ ഖുർആനെയും പ്രവാചക വചനങ്ങളെയും പരിഹസിക്കൽ അള്ളാഹനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, നബിയെ കുറിച്ച് സംശയമുണ്ടാകൽ റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്, പരലോകമില്ലെന്ന് പറയൽ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്,
തോന്നിവാസങ്ങളും തിന്മകളും എല്ലാ അശ്ലീലമായ കാര്യങ്ങളും ഹറാമുകളും എല്ലാം ചെയ്യുന്നത് പടച്ച റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ്. അള്ളാനെ മനസ്സിലാക്കിയാലോ പിന്നെ മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى എന്ന ഒറ്റ ആയത്ത് മനസ്സിലാക്കിയാൽ പിന്നെ അവൻ എങ്ങനെ ജീവിതത്തിൽ വഴിവിട്ടു പോവാ? ഒരു അണു അളവ് നന്മ ചെയ്താൽ അതവൻ കാണും, ഒരു അണു അളവ് തിന്മ ചെയ്താൽ അതും അവൻ കാണും. എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്യാമറ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ക്യാമറ എന്തിനാ? ഈ സംസാരത്തിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം അതിൽ പതിയും. പറഞ്ഞത് മാത്രമല്ല, ആ പറയുമ്പോ കൈ ഉയർത്തിയാൽ അതവിടെ കാണും. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പ്ലേ ചെയ്താലും ആ കൈ പൊന്തിച്ചത് അവിടെ കാണും. നെറ്റിന്ന് ഒരു തുള്ളി വിയർപ്പിങ്ങനെ ഒലിച്ച് അത് ഇറങ്ങിങ്ങനെ വരുന്ന രംഗം ഈ ക്യാമറയിൽ 10 കൊല്ലം കഴിഞ്ഞിട്ട് പ്ലേ ചെയ്ത് നോക്കിയാലും അന്ന് കാണാൻ കഴിയും. എവിടെയെങ്കിലും ഒരു ശബ്ദം ഒന്ന് ഇടറിയാൽ, ഒരു വാക്കൊന്ന് തെറ്റിപ്പോയാൽ, ഒരു അക്ഷരം കിട്ടാതായാൽ അതൊക്കെ അതേപടി റെക്കോർഡ് ചെയ്യുന്നു. ഇത് മനുഷ്യണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പടച്ച റബ്ബ് മനുഷ്യന്റെ പിന്നാലെ എല്ലാം നിരീക്ഷിക്കുന്ന സംവിധാനം വെച്ചിട്ടുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും അല്ലാഹു തആല പതിസ്ഥാനത്താണ്, എല്ലാം നിരീക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ നിരീക്ഷണം ഇതാണ്. എല്ലാ സമയവും നിരീക്ഷിക്കുന്നു. വ ഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങളുടെ മേൽ ഹാഫിലീങ്ങളായ മലക്കുകളുണ്ട്, മാന്യന്മാരായ എഴുത്തുകാരായ മലക്കുകളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് അല്ലാഹു തആല പറയുന്നു. ഇദ തലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യന്റെ വലത്തും ഇടത്തുമായി ഇരിക്കുന്ന സജ്ജമായ 2 മലക്കുകൾ അവർ എല്ലാം രേഖപ്പെടുത്തുന്നു. ഒരു വാക്ക് നാവിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നത് എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒന്നും രേഖപ്പെടുത്താതെ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ നിരീക്ഷണം റബ്ബിനെ കുറിച്ച് അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ തിന്മയിലേക്ക് പോകും? പക്ഷെ ഇന്നത്തെ പ്രശ്നം ആളുകൾക്ക് അല്ലാഹനെ മനസ്സിലായിട്ടില്ല. പടച്ചോനെ മനസ്സിലാകാത്തത് കൊണ്ട് റബ്ബിനെ തള്ളിപ്പറയാൻ, റബ്ബിനെ പരിഹസിക്കാൻ, റബ്ബിനെ നിഷേധിക്കാൻ, റബ്ബിനെ ചോദ്യം ചെയ്യാൻ എല്ലാ മനുഷ്യർ തയ്യാറാവുകയാണ്. ഒരു ചെറിയ വിഷമം വരുമ്പോഴേക്ക്, ചെറിയ പരീക്ഷണം വരുമ്പോഴേക്ക് എന്താ അല്ലാഹ് ഇങ്ങനെ, എന്താ റബ്ബിനോട് ഇങ്ങനെ, എന്താ എന്നെ ഇടങ്ങാറാക്കുന്നത്? ഇതാണ് മനുഷ്യന്മാർ വിചാരിക്കുക. സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം പ്രായമായ കാലത്തും ഒരു സന്താനം ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം നബിയാണ്, വഹയുണ്ട്, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിൽ നിന്ന് വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മുഅ്ജിസത്തുണ്ട്. എന്നിട്ട് പോലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പ്രായാധിക്യമാകുന്ന കാലത്തും സന്താനമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന കാണാം. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്നാ ഇത് പറയുന്നത്? റബ്ബേ, തലയൊക്കെ നനച്ചിരിക്കുന്നു. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, തലയൊക്കെ നനച്ച് തിളങ്ങിയിരിക്കുന്നു, എല്ലൊക്കെ ബലമില്ലാതായിരിക്കുന്നു, അങ്ങേയറ്റം പ്രായമായി, തലയൊക്കെ നരച്ച് തിളങ്ങുന്നുണ്ട്, കയ്യും കാലുമൊക്കെ ബലം കെട്ടു, എല്ലിനൊക്കെ ബലമില്ലാതായി മാറി, ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, പ്രസവിക്കാത്തവളാണ്. എന്നിട്ടും റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല. ഇത്രയും കാലം ദുആയിരുന്നു, ഒരു കുട്ടിയെ തരണേ, ഒരു കുട്ടിയെ തരണേ. അവസാനം 10, 80, 85, 90 വയസ്സായി, ആകെ നരച്ച് തലയും താടിയുമൊക്കെ നരച്ച് വെളുത്ത് തിളങ്ങിയിട്ടുണ്ട്, എല്ലൊക്കെ ബലം കെട്ടു, കൈയും കാലുമൊക്കെ അവശമായി മാറിയിട്ടുണ്ട്. ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, പ്രസവിക്കാത്ത സ്ത്രീയുമാണ്. എന്നിട്ടും ആ പ്രവാചകന്റെ പ്രാർത്ഥന, പ്രഖ്യാപനം, റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മടുത്തിട്ടില്ല. എന്തേ മടുപ്പില്ലാതായത്? പടച്ച റബ്ബിനെ മനസ്സിലായി. നമുക്കോ
കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചു കുട്ടികളുണ്ടാവുന്നു. പിന്നെ ചികിത്സകൾ തുടങ്ങി, കുറച്ചൊക്കെ ദുആയിരുന്നു, പലരോടും പറഞ്ഞു. അങ്ങനെ കൊല്ലം കഴിഞ്ഞു പോയി. 10 കൊല്ലം, 15 കൊല്ലം, 20 കൊല്ലമായി, 10, 40, 50 വയസ്സായി, മക്കളുണ്ടായിട്ടില്ല. അപ്പോഴേക്ക് നിരാശയായി. ഇനിയിപ്പോൾ ഏതായാലും ഉണ്ടാവില്ല. ചിലപ്പോൾ ഡോക്ടർമാരും പറയും ഇനി ഉണ്ടാവില്ല. നിരാശയായി, നിരാശയുടെ സംസാരമായി. എന്താ പഠിച്ചോ അങ്ങനെ? ജ്യേഷ്ഠന്മാർക്കും അഞ്ചന്മാർക്കൊക്കെ മക്കളുണ്ട്, പാപ്പാക്കും വല്യപ്പാക്കൊക്കെ മക്കളുണ്ട്, പക്ഷെ എനിക്ക് മാത്രം ഉണ്ടായില്ല. എന്തേ റബ്ബ് ഇങ്ങനെ? അള്ളാഹിനെ കുറിച്ച് മോശമായി വിചാരിക്കുക. എന്നാൽ റബ്ബെനിക്ക് മക്കളെ തന്നിട്ടില്ലെങ്കിൽ അതിൽ റബ്ബെനിക്കൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. പടച്ച റബ്ബ് എനിക്കൊരു ഖൈറ് നിശ്ചയിച്ചതാണ്, അതുകൊണ്ടാണ് എനിക്ക് സന്താനം വേണ്ടെന്ന് തീരുമാനിച്ചത് എന്ന് വിചാരിച്ചാലോ അത് സമാധാനമാണ്. അതല്ലെങ്കിൽ റബ്ബെനിക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മക്കളുണ്ടാകാതിരിക്കയില്ല. 80, 90 വയസ്സായ കാലത്ത് സക്കരിയ നബിക്കും ഇബ്രാഹിം നബിക്കും ഒക്കെ മക്കളെ കൊടുത്തവനാ അല്ലാഹു തആല. ആ റബ്ബിന് പിന്നെ എനിക്ക് മക്കളെ തരാൻ പ്രയാസമില്ല. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു പ്രാർത്ഥന സൂറത്ത് ആൽ ഇമ്രാനിൽ അല്ലാഹ് പരിചയപ്പെടുത്തിയല്ലോ. മറിയം ബിബിയുടെ മുമ്പിൽ ഭക്ഷണം കണ്ടപ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറിയമിന്റെ മുമ്പിലേക്ക് വരുമ്പോഴെല്ലാം അതാ അവിടെ നല്ല നല്ല ഭക്ഷണം കാണുകയാണ്. ആ കാലത്ത് നാട്ടിലില്ലാത്ത, ആ സീസണിൽ കിട്ടാത്ത, അവിടെ ലഭ്യമല്ലാത്ത ഭക്ഷണങ്ങളാണ് മുമ്പിൽ കാണുന്നത്. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ മറിയം അന്നാ ലക്കി ഹാദാ, എവിടുന്നാണ് മറിയം ഈ ഭക്ഷണം കിട്ടിയത്? മറുപടി ഹുവ മിൻ ഇൻദില്ലാഹ്, അത് പടച്ച റബ്ബിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ് അല്ലാഹ്. ആ സീസണിൽ കിട്ടാത്ത ഭക്ഷണം ആരും കൊണ്ടുവന്നു കൊടുക്കാതെ മറിയമിന്റെ മുമ്പിൽ ഇങ്ങനെ ഭക്ഷണം പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ, ഈ ഭക്ഷണം കാണുമ്പോൾ ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ചത് സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ നീ മറിയമിന് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നവനാണ്, ഞാനിതാ സന്താനമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു, അതുകൊണ്ട് ലാ തദർനീ ഫർദാ, റബ്ബേ നീ എന്നെ ഏകനാക്കി ഒഴിവാക്കുന്ന റബ്ബേ, പിൻഗാമികളില്ലാതെ അവകാശികളില്ലാതെ നീ എന്നെ ഒറ്റക്കായി അങ്ങനെ വിട്ടുകളയ റബ്ബേ, സ്വാലിഹായ ഒരു അനന്തരാവകാശിയെ നീ നൽകണേ അല്ലാഹ്. മറിയമിൽ പറഞ്ഞത് യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ് വജ്അൽഹു റബ്ബി റളിയ, റബ്ബേ യഅഖൂബിന്റെ പരമ്പര, ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ കുടുംബമാണ്, യഅഖൂബ് നബിയുടെ പരമ്പരയാണ്. ഈ പരമ്പരയിൽ ഇനി ഈ ദഅവത്ത് ഏറ്റെടുക്കാൻ, ഈ ദീൻ ഏറ്റെടുക്കാൻ പിൻഗാമി ഇല്ലാതായാൽ ബുദ്ധിമുട്ടാണ് റബ്ബേ, അതുകൊണ്ട് എനിക്കൊരു പിൻഗാമി, യരിസുനി, എനിക്കൊരു അനന്തരാവകാശി. സ്വത്തവകാശം എടുക്കാനല്ല, കാരണം എന്താ, അമ്പിയാക്കന്മാർ സ്വത്ത് അനന്തരാവകാശം എടുക്കൂല. അമ്പിയാക്കൾ വഫാത്താകുമ്പോൾ എത്ര സ്വത്തുണ്ടായാലും ശരി, ആ സ്വത്ത് മുസ്ലിമീങ്ങളെ പൊതു ഖജനാവിലേക്കാണ്, മക്കൾക്ക് കൊടുക്കൂല. അതുകൊണ്ട് യരിസുനി, എന്റെ അവകാശിയാവാൻ എന്ന് പറഞ്ഞ സാമ്പത്തികമായ അനന്തരാവകാശമല്ല. നബി തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കൾ മരിച്ചാൽ അവർക്ക് അവകാശം എടുക്കുകയില്ല, അവർ ഇട്ടുപോയ സമ്പത്ത് മുസ്ലിമീങ്ങളെ പൊതു ഖജനാവിലേക്കുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പിന്നെന്താ, യരിസുനി, എന്റെ അവകാശിയായ ഒരു മകൻ വേണം അല്ലാ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അവകാശമല്ല, ഈ ദീനിന്റെ അനന്തരാവകാശം. എനിക്ക് പ്രായമായി, അധികം വൈകാതെ മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഈ ദഅവത്ത് നിലനിൽക്കണം, ഈ ദീൻ ഇവിടെ നിലനിൽക്കണം, ആൾക്ക് ദീൻ പഠിപ്പിക്കാൻ സംവിധാനം വേണം. എന്റെ അനന്തരാവകാശം മാത്രമല്ല, വയരിസു മിൻ ആലി യഅഖൂബ്, യഅഖൂബിന്റെ പരമ്പര, ഇബ്രാഹിം നബിയുടെ പരമ്പര, ഇസ്മായിൽ നബിയുടെ പരമ്പര, ഇസ്ഹാഖ് നബിയുടെ പരമ്പര, യാക്കൂബ് നബിയുടെ പരമ്പര, അങ്ങനെ പാരമ്പര്യമായി ഇബ്രാഹിം നബിയിൽ നിന്ന് ആരംഭിച്ച് യാക്കൂബ് നബിയിലൂടെ വന്ന് സക്കരിയ നബിയിലേക്ക് എത്തിയ ഈ ദീനിയായ അധ്യാപനങ്ങളെ
ശേഷം ഏറ്റെടുക്കാൻ ആള് വേണം റബ്ബേ. അതുകൊണ്ട് എനിക്കൊരു നല്ല പിൻഗാമിയെ, നല്ല അനന്തരാവകാശിയെ നീ നൽകണേ അല്ലാ. ആ പ്രായത്തില് പടച്ച റബ്ബ് ആ ദുആക്ക് ഉത്തരമേകി എന്ന് പറഞ്ഞു. ഇതാ സന്താനമുണ്ടാകാൻ പോകുന്നു, യഹ്യ എന്നാകുന്ന പേരടക്കം അല്ലാഹു തആല വഹ്യായി അറിയിച്ചു കൊടുത്തു. അപ്പൊ ആ പ്രായത്തിലും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതെന്തുകൊണ്ടാ? അല്ലാഹനെ മനസ്സിലാക്കിയതുകൊണ്ടാണ്. നമ്മളാണെങ്കിലോ കല്യാണം കഴിഞ്ഞു 75-80 വയസ്സായി വടിയും കുത്തിപ്പിടിച്ച് തൊള്ളിയിൽ പല്ലും പോയി വയസ്സന്മാരായി പരി കുത്തിറക്കുമ്പോഴാണ് ഒരാൾ കയറി വന്ന്, അല്ല മക്കളൊക്കെ എവിടെ? മക്കളൊന്നുമില്ല, മക്കളുണ്ടായിട്ടില്ല. ആ സാരം ഞങ്ങൾ തോൽക്കി, ഞാനും തോൽക്കാതെ പറഞ്ഞാൽ നമ്മളാണ് ഇപ്പം എന്താ പറയാ, ഇനിയിപ്പം എന്ത് തോൽക്കാനാ, എനിക്ക് 85 ഓക്കെ 75 ഇനിയിപ്പം എന്ത് തോൽക്കാൻ, ഇനിയിപ്പം ഒന്നുമില്ല, കാര്യമില്ല, തോന്നിട്ടൊന്നും കാര്യമില്ല എന്നല്ലേ പറയാ. പടച്ച റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ 100-ാം വയസ്സിൽ മരിച്ചു, അന്ന് വരെ കുട്ടികളുണ്ടായില്ല. എന്നാലും ഈ ദുആ കൊണ്ട് നഷ്ടണ്ടോ? ഇല്ല, ലാഭമേ ഉള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹനെ മനസ്സിലാക്കണം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിനെ കൽപ്പനയുണ്ടായി, രാത്രി സ്വകാര്യമായി നാട് വിട്ടു പോകണമെന്ന്. അനസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. മൂസാ നബിയോട് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്, ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തണം മിസ്രിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്. പണ്ട് യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൻ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈജിപ്തിലെ ഭരണാധികാരിയായി മാറിയപ്പോ ബാപ്പാനും കൊണ്ടുപോയി ഈജിപ്തിലേക്ക്. യൂസുഫിനെ കിണറ്റിൽ നിന്ന് ആരോ എടുത്തു കൊണ്ടുപോയി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അങ്ങനെ കൈമാറി ഈജിപ്തിലേക്ക് എത്തി. പിന്നീടാണ് ഈജിപ്തിലെ ഭരണാധികാരിയായി ആ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് മാറുന്നത്. അന്നാണ് ഉമ്മാനെയും ബാപ്പാനെയും സഹോദരന്മാരെയും എല്ലാം അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെയാണ് അവർ ഈജിപ്തിലേക്ക് എത്തിയത്. ഇബ്രാഹിം നബിയുടെ നാട് ഇറാഖാണ്. ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് നബി. അവരുടെ നാട് ഇറാഖാണ്. അവിടുന്നാണ് അവർ ഈജിപ്തിലേക്ക് എത്തുന്നത്. പിന്നെ തലമുറകളായി, നൂറ്റാണ്ടുകളായി അവർ ഈജിപ്തിൽ തന്നെ കഴിച്ചു കൂട്ടി. പക്ഷെ ഈജിപ്തിലെ അവിടുത്തെ അടിസ്ഥാന വർഗമായ ഖിബ്തികൾ, ഫിർഔനിന്റെ കുടുംബങ്ങൾ, അവർ ഇവരെ അടിമകളെ പോലെ അടിച്ചമർത്തി അവരെ പിൽക്കാലത്ത് അങ്ങനെയാണ് ഉപയോഗിച്ചത്. അടിമകളാക്കി മാറ്റി അവരെ കാലം കഴിഞ്ഞപ്പോൾ. അങ്ങനെ അവർക്ക് ഈജിപ്തിൽ നിന്ന് മോചനം വേണം, അവിടുന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക്, വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോകണം. അവരെ മോചിപ്പിക്കാൻ കൂടിയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. 400 കൊല്ലം അടിച്ചമർത്തപ്പെട്ട ജനതയെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയായ ഫലസ്തീനിലേക്ക് അവരെ കൊണ്ടുപോകാനാണ് അല്ലാഹു തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ഈജിപ്തിൽ നിയോഗിച്ചത്. അങ്ങനെ അവിടെ വന്നു ദഅവത്ത് നടത്തി, ആളും അർത്ഥവുമായി ഇസ്രായേൽ മക്കളെല്ലാം മൂസാ നബിയുടെ കൂടെ സംഘമായി നിന്നു. ഖിബ്തികൾ എതിരാളികളായി, ശത്രുക്കളായി നിന്നു. അങ്ങനെ അല്ലാഹുവിന്റെ വഹയി കിട്ടി, രാത്രി സ്വകാര്യമായി നിങ്ങളെല്ലാം ഇവിടുന്ന് പുറപ്പെടണം. അല്ലാഹ് പറഞ്ഞ സമയം, അല്ലാഹ് പറഞ്ഞ ദിവസം, അല്ലാഹു പറഞ്ഞ ദിശയിലേക്ക് പോകാനാണ് റബ്ബിന്റെ നിർദ്ദേശം. അങ്ങനെ മൂസാ നബിയും ഇസ്രായേലും നേരത്തെ പ്ലാനൊക്കെ ഉണ്ടാക്കി എല്ലാ വീരും മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. ആരും അറിയാൻ പാടില്ല, കാരണം അറിഞ്ഞാൽ പോകാൻ സമ്മതിക്കൂല, നാട് വിട്ടു പോകാൻ സമ്മതിക്കൂല. കാരണം അടിമകളെ പോലെ അവിടെ അടിച്ചമർത്തി നിർത്തുകയാണ്. അവരെ ഇനി പോകാൻ സമ്മതിക്കൂല. അതുകൊണ്ട് സ്വകാര്യമായിട്ടാകണം. രാത്രി ഒത്തുകൂടേണ്ട പോയിന്റ് അടക്കം പറഞ്ഞു കൊടുത്തു. രാത്രി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എല്ലാവരും എത്തിച്ചേരുക, അവിടുന്ന് ഒന്നിച്ച് നമുക്ക് പോകാം. അങ്ങനെ പ്ലാൻ ഇട്ട് രാത്രി സ്വകാര്യമായി ഒരുമിച്ച് കൂടി. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ അർദ്ധരാത്രിയിൽ ഇസ്രായേൽ മക്കൾ ഒന്നിച്ചു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് സ്വകാര്യമായി അവർ പോവുകയാണ്. പക്ഷെ അപ്പോഴേക്ക് വാർത്ത പുറത്തെത്തി, വിവരം പുറത്തറിഞ്ഞു. രാജകൊട്ടാരത്തിന് ഫിർഔനിന്റെ വിളംബരമുണ്ടായി. ഇതാ ഇസ്രായേലിയർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്, പോകാൻ സമ്മതിക്കാൻ പാടില്ല. 4 പാടും വിളംബരമുണ്ടായി. പിടിക്കണം, അവരെ എങ്ങോട്ട് പോവുകയാണെങ്കിലും പിടികൂടണമെന്ന ഓർഡർ ഉണ്ടായി. ഫിർഔനടക്കം ഇറങ്ങി പുറപ്പെട്ടു വന്നു. ഇവരാണെങ്കിൽ പോയി അള്ളാഹിന്റെ വഹ്യു പ്രകാരം മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിശയിലേക്ക് അവർ ഒന്നിച്ച് രാത്രി യാത്ര പോവുകയാണ്. കുറേണ്ട് പോയപ്പോൾ മുമ്പിൽ അതാ കടലെത്തി. ഇനിയാണ്ട് വഴിയില്ല, ഇനി മുന്നിക്ക് പോകാൻ കഴിയില്ല. അപ്പൊ എന്താപ്പോ വഹയുണ്ട്, ഈ വഴിക്ക് പോയാൽ മതി എന്നാ പറഞ്ഞത്. ഇപ്പൊ പോയിട്ട് ഇപ്പൊ എന്തായി? മുമ്പിൽ കടല്, ഇതാപ്പോ വഹയ്.
അപ്പോഴേക്ക് ഫിർഔനും സംഘവും ഒന്നാകെ ശബ്ദ കോലാഹലമുണ്ടാക്കി, ഒന്നാകെ ആർത്തിരമ്പി ശത്രു സൈന്യം വരികയാണ്. കൂടെയുള്ള മനുഷ്യന്മാര് പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ നമ്മൾ പിടിക്കപ്പെട്ടു, നമ്മളെ കഥ കഴിഞ്ഞു. ചിലരൊക്കെ മൂസാ നബിക്ക് എതിരായി സംസാരിച്ചുവെന്നാണ്. നിന്റെ വർത്താനം കേട്ട് കൂടെ കൂടിയിട്ട് എന്തേ പണ്ടായി എന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ മുന്നിക്കാണ് പോകാൻ വയ്യ, കടല് പിന്മാറിപ്പോകാൻ വയ്യ, ശത്രു വരിക, നമ്മളെ ഒന്നാകെ ഇവിടെ വെച്ച് ഒരു അരിഞ്ഞു വീഴ്ത്തും, കഥ കഴിയും. ഇന്നാല മുദ്റകൂൻ, നാം പിടിക്കപ്പെട്ടവർ തന്നെ എന്ന് പറഞ്ഞ മൂസാ നബിയുടെ മറുപടിയുണ്ട്, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, നിങ്ങളാ പറയും പോലൊന്നുമല്ല, അള്ളയാണ് പോകാൻ പറഞ്ഞത്. അള്ളാഹുവാണ് സ്ഥലവും സമയവും നിശ്ചയിച്ചത്, അള്ളാഹുവാണ് പോകേണ്ട റൂട്ടടക്കം കൊടുത്തത്. അതുകൊണ്ട് ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. അള്ളയുണ്ട് കൂടെ, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഇനി എന്താ മാർഗം? നേരെ ആലോചിച്ചാൽ മാർഗമൊന്നുമില്ലല്ലോ. മുന്നിക്ക് പോകാൻ വയ്യ, പിന്മാറാനും വയ്യ, പിന്നെന്തു മാർഗം? പക്ഷെ മൂസാ നബിക്ക് ആ മറുപടി പറയാൻ എങ്ങനെ കഴിഞ്ഞത്? പടച്ച റബ്ബ് ഇടപെടുമെന്ന ആ ഉറപ്പാണ്, അല്ലാഹുവിനെ പറ്റിയുള്ള ബോധ്യമാണ്. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു തആല വാഗ്ദാനം ലംഘിക്കുകയില്ല എന്ന് മൂസാ നബിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മൂസാ അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, പടച്ചോൻ കൂടെ ഓൻ വഴി ഉണ്ടാക്കി തരും. അപ്പോഴാ അള്ളാന്റെ വഹയി കടലിലടിച്ചോന്ന്. അല്ല, അങ്ങനത്തെ വഴി ഉണ്ടാകുന്നത് ആരെയും പ്രതീക്ഷിക്കും? പടച്ച റബ്ബ് കൂടെയുണ്ട്, അവൻ വഴിയുണ്ടാക്കി തരുമെന്ന ഉറപ്പ് അവിടെ അല്ലാഹു തആല വഹയി നൽകി. വടി കൊണ്ട് കടലിലടിച്ചോ, അടിച്ചു, കടല് പിളർന്നു, വഴി ഉണ്ടായിട്ട് മുന്നിൽ കണ്ടുപോയി. കണ്ട അള്ളാന്റെ ഇടപെടലാണത്. അതിപ്പോ ആരെങ്കിലും വിചാരിക്കും കടല് പിളർന്നിട്ട് ഉണങ്ങിയ വഴിയുണ്ടായി, ആ വെള്ളം രണ്ടു ഭാഗത്തേക്കും മാറി നിന്ന് രണ്ട് വലിയ പർവ്വതം പോലെ വെള്ളം നിൽക്കുക, അതിനിടയിൽ ഉണങ്ങിയൊരു വഴി, ആ വഴിയിലൂടെ നടന്നങ്ങ് പോവുക. ഇത് ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റും? പടച്ച റബ്ബ് വഴിയുണ്ടാക്കുമെന്ന് മൂസാ അലൈഹി വസല്ലം തവക്കുൽ ചെയ്ത് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുത്ത ഒരു മാർഗമാണത്. ജീവിതത്തിൽ പടച്ച റബ്ബിന്റെ തീരുമാനമാണ് നടക്കുക എന്ന ആ ഉറപ്പുണ്ടായാൽ പിന്നെ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ, എന്തിലും ഏതിലും വല്ലാത്ത ടെൻഷനേക്കാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്ക് എന്താ അപ്പം ഇങ്ങനെ, ഒരുപാട് ചെയ്തു, ഒരുപാട് പറഞ്ഞു, ഒരുപാട് ദുആയിരുന്നു, ഒരു കാര്യം കിട്ടണില്ല എന്ന് പറഞ്ഞ അള്ളാഹിനെ കുറിച്ച് പോലും മോശമായ വിചാരം വെച്ച് പുലർത്തി അവസാനം ദീനടക്കം ഒഴിവാക്കിയിട്ട് മനുഷ്യന്മാരെ പോകും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞല്ലോ, ചില മനുഷ്യന്മാരുണ്ട് ഒരു അള്ളാഹിനെ ആരാധിക്കുന്നത് ഒരു തെല്ലത്ത്, ഒരു അറ്റത്ത് നിന്നുകൊണ്ടാണ്, കൃത്യമായി ഉള്ളിൽ കഴിഞ്ഞിട്ടല്ല, ഒരു തുമ്പത്തവൾ നിൽക്കുന്നത്. എല്ലാ കാര്യം ഒഴിക്കുന്ന ഹൈറാണെങ്കിൽ ഇത്മഅന്നബിഹി, ഒരിക്കലും സമാധാനം, ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാം കൊണ്ട് ആശ്വാസമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ഒക്കെ ഉണ്ടാവും. വല്ല ബുദ്ധിമുട്ടും വന്നാലോ നേരെ പിന്മാറിപ്പോകുന്നു, എല്ലാം ഒഴിവാക്കി. ഇനി അത്ര മതി, ഇനിയിപ്പോൾ ഞാൻ നിസ്കരിച്ചാണെന്നില്ല, ഇനിയിപ്പോൾ ഞാൻ പള്ളിക്കൊന്നുമില്ല, ഇനിയിപ്പോൾ അത്രയൊക്കെ മതി, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇപ്പം എനിക്കല്ലതല്ലേ തന്നത്, ഇനി അവിടെ കേട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കി ഓൻ്റെ പാട്ടിന് പോകുന്നു. ഖസിറ ദുനിയ വൽ ആഖിറ, ഓൻ്റെ ദുന്യാവും പോയി പരലോകം പോയി, വേറെന്താ കാര്യം? ഓൻ അങ്ങനെ ഇറടിച്ചു പോയതുകൊണ്ട് ദുന്യാവിൽ ഓൻ്റെ പ്രശ്നം മാറോ? ഇല്ല. ഇനി അസുഖം വന്നു, ഓനെ എങ്ങനെയായിട്ടും മാറുന്നില്ല, സുഖപ്പെടുന്നില്ല, ഓൻ അള്ളാനെ കുറ്റം പറഞ്ഞ് ദേഷ്യം പിടിച്ച് അക്ഷമ കാണിച്ച് പിന്മാറിപ്പോയാൽ അതുകൊണ്ട് അസുഖം മാറോ? ഇല്ലല്ലോ. അപ്പോഴും വേണ്ട വേദന സഹിക്കുക, അപ്പോഴും വേണ്ട ഈ പ്രയാസം സഹിക്കുക. എന്നാ പരലോകത്തോ നഷ്ടം വരികയും ചെയ്തു. ഖസ്റത് ദുനിയാ വൽ ആഖിറ. ഞാൻ ക്ഷമിച്ചാലോ, ഇതിൽ പഠിച്ചോ എനിക്ക് ഹൈറുദ്ദേശം ഉണ്ടാകും, എൻ്റെ ദോഷങ്ങൾ പൊറുക്കും, എനിക്കൊരുപാട് കൂലി കിട്ടും, ചിലപ്പോൾ റബ്ബെന്നെ സ്വർഗത്ത് കൊണ്ടുപോകാൻ ചെയ്ത പണിയായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയാലോ അവിടെ ആശ്വാസം ഉണ്ടാകും. വേദനക്കും തന്നെ, വേദന അനുഭവിക്കുമ്പോഴും ഒരു സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാ, ഇത് ഹൈറാണല്ലോ, ഇതുകൊണ്ട് കൂലിട്ടുമല്ലോ. പരലോകത്തോ അത് വലിയ പ്രതിഫലാർഹമായി മാറുകയും ചെയ്യും. നബി ഞങ്ങൾ പറഞ്ഞ ഇമാം അഹ്മദ് റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം, അല്ലാഹു തആല ഒരു മനുഷ്യന് സ്വർഗം നൽകാൻ തീരുമാനിക്കുന്നു, അമല് കൊണ്ട് അവരതിന് യോഗ്യനല്ലതാനും. അല്ലാഹുവിന്റെ കണക്ക് ഓൻ സ്വർഗാവകാശിയാണ്. പക്ഷേ
അമല് കൊണ്ട്, തഖ്വ കൊണ്ട്, ഈമാന് കൊണ്ട് അവൻ അതിനാ മാത്രം എത്തുന്നില്ല. അവിടെ അല്ലാഹു തആല അവന് പരീക്ഷണം നൽകും. അവന്റെ സ്വന്തത്തിന്, സമ്പത്തിന്, മക്കളിന് എല്ലാം അല്ലാഹു പരീക്ഷണം നൽകും. അവൻ ക്ഷമിക്കും, ആ ക്ഷമിച്ചിന് കൂലി കൊടുക്കും. അപ്പൊ ആ കൂലിയും കൂടി ചേർത്തി വെക്കുമ്പോൾ ഓ സ്വർഗത്ത് പോകാൻ യോഗ്യനായി മാറും. ഒരുപക്ഷെ നമുക്കൊരു മേൽക്കുമേലെ പരീക്ഷണം വരുന്നത് അതുകൊണ്ടായിരിക്കാം. പഠിച്ചോ നമ്മളെ സ്വർഗത്ത് കൊണ്ടാൻ തീരുമാനിച്ചതാണ്. നമ്മളെ നിസ്കാരം, നോമ്പും നമ്മളെ ഇബാദത്തും വെച്ചിട്ട് ഒരിക്കലും നന്മയുടെ തുലാസ് ഭാരമേറാൻ മാത്രമുള്ള ഒന്നുമില്ല. അപ്പൊ പടച്ച റബ്ബ് ചിലപ്പോൾ പരീക്ഷണങ്ങൾ തരും, മേൽക്കുമേലെ പരീക്ഷണം. ആകെ ഇടങ്ങാറുകൾ, ഒന്നിനു മീതെ ഒന്നായി വരിക, ഏത് വഴിക്കറിഞ്ഞാലും ഒരു ആശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ശരീരത്തിൽ ബുദ്ധിമുട്ട്, രോഗങ്ങൾ വരിക, ഉമ്മാക്ക് അസുഖം, ബാപ്പാക്ക് അസുഖം, കുട്ടിയാക്ക് അസുഖം, അപ്പോഴേക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഓനെ ബിസിനസ്സാകെ പൊളിഞ്ഞു. മൊത്തത്തിന് മേൽക്കുമേലെ അവന് പ്രയാസത്തിന് മേൽ പ്രയാസം ഇങ്ങനെ വരുമ്പോ അവന് ഇങ്ങനെ വിചാരിച്ചാൽ ഇതൊക്കെ അൽഹംദുലില്ലാ ഇതിനൊക്കെ കൂലിട്ടാണല്ലോ. ഈ ഓരോ ടെൻഷനും കൂലിട്ട്. വിശ്വാസത്തിന്റെ പ്രത്യേകത, ഒരു പണിച്ചാൽ കൂലിട്ടുന്ന, ഒരു ടെൻഷൻ ആയാൽ അതിന് പ്രതിഫലം കിട്ടും. മുള്ളു കുത്തിയാൽ പോലും പ്രതിഫലം കിട്ടുന്നതാണ്. മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകതി യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. നബി തങ്ങൾ പറഞ്ഞ ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സത്യവിശ്വാസിക്ക് ഏൽക്കുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങൾ, ടെൻഷനുകൾ, വേദനകൾ, അവൻ ഏൽക്കുന്ന മുള്ളു പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ, അത് മുഖേന അവന്റെ പാപങ്ങൾ പൊറുക്കാതിരിക്കുകയില്ല. ഒരു തലവേദന ഉണ്ടായാൽ ദോഷം പൊറുക്കുന്നു, ഒന്ന് പനിച്ചാൽ ദോഷം പൊറുക്കുന്നു, നടന്നു പോകുമ്പോ കാലൊന്ന് വെച്ചുത്തി അതിന് ദോഷം പൊറുക്കുകയാണ്, ഒരു മുള്ള കുത്തി ദോഷം പൊറുക്കുകയാണ്, എവിടെയെങ്കിലും ചെറിയ മുറിവുണ്ടായി ദോഷം പൊറുക്കുകയാണ്, കിഡ്നി കംപ്ലൈന്റ് ആയി ദോഷം പൊറുക്കുകയാണ്, ക്യാൻസർ വന്നു ദോഷം പൊറുക്കുകയാണ്, ഹാർട്ട് ബ്ലോക്കായി ദോഷം പൊറുക്കുകയാണ്. എന്തു പ്രശ്നങ്ങൾ വന്നാലും സത്യവിശ്വാസിക്ക് ദോഷം പൊറുക്കുകയാണ്. അൽഹംദുലില്ലാ, അതിലും വലിയ റാഹത്ത് വേറെന്താ? ഇവിടെ കുറച്ച് വേദന അനുഭവിച്ചാലും പരലോകത്തെ വേദന കുറയാണെങ്കിൽ അതല്ലേ വലിയ കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ ദുനിയാവിൽ ഏൽക്കുന്ന ഏത് ബുദ്ധിമുട്ടിനും അവനെ സംബന്ധിച്ച് നിരാശ ഉണ്ടാവില്ല. അയ്യൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായി കഴിച്ചിട്ട്. 14 കൊല്ലം ആകെ ശരീരമാസകലം ബാധിച്ച അസുഖം, വല്ലാത്തൊരു പ്രയാസം. മക്കളൊക്കെ മരിച്ചുപോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി, ഭാര്യമാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കിപ്പോയി. ഒരു ഭാര്യ മാത്രം കൂടെ നിന്നു, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നു പോയി. ആകെ പ്രയാസമായി, ശരീരമാസകലം രോഗബാധിതരായി, നടക്കാൻ പോലും പറ്റുന്നില്ല, ഒന്നിനും സാധിക്കുന്നില്ല. ഭാര്യ അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോകും. എന്നിട്ട് ഏതെങ്കിലും വീട്ടിന് മുമ്പ് പോയിട്ട് അവിടെ ഒരു കുറ്റിക്കാട്ടിൽ ആ ഭർത്താവിനെ കിടത്തും. എന്നിട്ട് ആ പെരയിൽ പോകും, എന്തേലും പണി തരുമായിരിക്കും. അവിടെ ചെന്ന് അടുക്കളയൊക്കെ സഹായിച്ചു കൊടുത്ത്, ചില പണികളൊക്കെ എടുത്തു കൊടുത്ത്, ഒരു ശേഷം ഭക്ഷണം വല്ലതും കൊടുക്കും. ആ ഭക്ഷണവുമായി വന്ന് ഭർത്താവിനെ തിന്നാൻ കൊടുക്കും. ഇങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്തി ഒരു പ്രവാചകൻ അയ്യൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു വകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അയ്യൂബിനെ ഓർക്കണേ നിങ്ങൾ, അയ്യൂബ് ഇസ്ലാമയെ ഓർക്കണേ നിങ്ങൾ. ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് ദുആ ചെയ്ത സന്ദർഭം ഓർക്കണേ. അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ച ആ രംഗം ഓർക്കണേ. എന്താണ് പ്രാർത്ഥന? അബ്ബേ അന്നീ മസ്സനിയൽ ദുർറു, എനിക്കിതാ ദുരിതം ബാധിച്ചിരിക്കുന്നു. വഅൻത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ റബ്ബേ, എന്നോട് റഹ്മത്ത് ചെയ്യണേ, കരുണ കാണിക്കണേ, എനിക്കിതാ പ്രയാസം ബാധിച്ചിരിക്കുന്നു. ഫസ്തജബ്നാ ലഹു, ഉത്തരമേകി നമ്മൾ. അദ്ദേഹത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നാം നീക്കിക്കൊടുത്തു, കുടുംബത്തെ തിരിച്ചു നൽകി, വീണ്ടും മക്കളുണ്ടായി. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി അല്ല കൊടുത്തു. നഷ്ടപ്പെട്ട സൗന്ദര്യം അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ട സമ്പത്ത് അതിനേക്കാളേറെ സമ്പത്തുണ്ടായി. നഷ്ടപ്പെട്ടു പോയ മക്കൾ അതിനേക്കാളേറെ മക്കളുണ്ടായി. എല്ലാം അല്ലാഹു തആല തിരിച്ചു കൊടുത്തു. അതിനപ്പുറം അതിലധികമായും അല്ലാഹു തആല നൽകി എന്ന് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിപ്പിക്കുകയാണ്.
പടച്ചോനെ മനസ്സിലാക്കിയ സഹോദരങ്ങളെ, ദുനിയാവിൽ ടെൻഷനില്ല. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് കഷ്ടപ്പാട് വന്നാലും അൽഹംദുലില്ലാ അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്, അത് വല്ലാത്തൊരു സമാധാനമാണ്. അല്ലെങ്കിൽ എന്തോ ചെറിയ 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 പ്രശ്നങ്ങൾ വരുമ്പോഴേക്ക് മനുഷ്യൻ തളർന്നു പോകും. ഒരു അസുഖം വന്നു, കുറച്ചൊക്കെ ചികിത്സിച്ചു, കുറച്ചൊക്കെ ഒന്നൊക്കെ ബേജാറായി, നമുക്ക് ബന്ധങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ സുഖമില്ലട്ടോ, നിങ്ങളൊക്കെ ദ്വാരിക്കൊണ്ടിയായിരുന്നു. പക്ഷെ അസുഖം ഇങ്ങനെ കൂടി 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 വരികയാണ്. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ശമനമല്ല, ആശ്വാസമല്ല, രോഗം വർദ്ധിക്കുകയാണ്. അൽഹംദുലില്ലാ, റബ്ബെനിക്ക് ഖൈർ അത് തീരുമാനിച്ചതാണ്, എനിക്കതിന് പ്രതിഫലം കിട്ടും, എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും എന്ന് വിചാരിച്ചാൽ അവനെപ്പോലെ സമാധാനം മറ്റായിരിക്കാം. നബി തങ്ങൾ പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്, സത്യവിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യങ്ങൾ മുഴുവനും അവന് ഖൈറാണ്, ഖൈറല്ലാത്ത ഒന്നുമില്ല. സത്യവിശ്വാസിക്ക് ഖൈറല്ലാത്ത ഒന്നുമില്ല. കാരണം എന്താ? അവന് സന്തോഷം വന്നാൽ അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായി മാറുന്നു. വഇൻ അസ്വാബതുഹു ദർറാഉ സബറ ഫകാന ഖൈറൻ ലഹു, ഇനി ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് ബാധിച്ചതെങ്കിലോ അവൻ ക്ഷമിക്കുന്നു, അതും ഖൈറായി മാറുന്നു. സത്യവിശ്വാസിക്ക് ഖൈറല്ലാത്ത മറ്റൊന്നുമില്ല, അവന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. സന്തോഷം കിട്ടി, അൽഹംദുലില്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി, അൽഹംദുലില്ലാ. സമ്പത്തൊന്നാകെ തകർന്നു, ബിസിനസ് പൊളിഞ്ഞു, അൽഹംദുലില്ലാ. റബ്ബിനിക്കതിൽ ഖൈർ ഉദ്ദേശം ഉണ്ടാകും, ക്ഷമിക്കാം. അലല്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി, നാം നിങ്ങളെ പരീക്ഷിക്കും സാമ്പത്തികമായ നഷ്ടം കൊണ്ട്, ശാരീരികമായ നഷ്ടം കൊണ്ട്, വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, അങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും. പക്ഷേ ആ പരീക്ഷണത്തിൽ നീ സന്തോഷ വാർത്ത അറിയിച്ചോ, ഫബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചോ. ആരാണവര്? എന്തൊരു മുസീബത്ത് ബാധിച്ചാലും ശരി അവര് പറയുന്ന വാക്കെന്താ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാം റബ്ബിനുള്ളവരാണ്, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരുമാണ്. അത് വല്ലാത്ത സമാധാനം. പടച്ച റബ്ബിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, ആ റബ്ബാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു തആല എന്നെ ഉണ്ടാക്കി ഈ ഭൂമിയിലേക്ക് അയച്ച് ഈ രൂപത്തിലെല്ലാം ആക്കിയത്. ആ റബ്ബിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവരുമാണ് ഞാൻ. അതിനിടയ്ക്കൊരു സന്തോഷം കിട്ടി, അൽഹംദുലില്ലാ. അയാൾക്ക് നഷ്ടം വന്നു, സാരല്ല, അലല്ലാഹ്. ഈ ഒരു അവസ്ഥ ഒരു ഈമാനുള്ള മനുഷ്യനല്ലാതെ, തൗഹീദുള്ള മനുഷ്യനല്ലാതെ മറ്റാർക്കുണ്ടാവുക? അല്ലാത്തോട് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ഒരു കുറവ് വരുമ്പോഴേക്ക് ഓൻ ടെൻഷനായി, ബേജാറായി, ഉറക്കമില്ല, ആകെ ബുദ്ധിമുട്ടി, ഓന് അറ്റാക്കായി പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു, അല്ലാഹുവിനെ പോലും മറന്ന് അവൻ പോകുന്നു. സത്യവിശ്വാസിക്കതല്ല. നമ്മൾ ഏത് വഴിക്കിറങ്ങിയാലും എൻ്റെ റബ്ബിന് തീരുമാനമുണ്ട്, അത് നടക്കുക. ഒരു സന്താനം ഉണ്ടായാൽ ആ കുട്ടി എന്താകണം, എവിടെ തണം, ആരാകണം, അല്ലാഹ്ക്ക് തീരുമാനമുണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനില്ല. ആ ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താ ബേജാറ്? ഇല്ല, ഞാനോ കുട്ടി ജനിക്കുമ്പോഴേ കാണാം കറുത്ത നൂലിട്ട, കറുത്ത കുപ്പായിട, കറുത്തൊരു കുത്തുത്ത്, എന്തിനാ അത്? ദോഷമില്ലാതാക്കാൻ, പടച്ചറബിയോട് കാവൽ തേടാനാണ് അല്ലാഹ് പറഞ്ഞത്. അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹ് സൃഷ്ടിച്ച എന്തിന്റെ എല്ലാം ശർറുണ്ടോ ആ ശർറിനെല്ലാം നിങ്ങളെ കാവൽ തേടുന്നു. നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് കാവൽ തേടുന്നു. അള്ളാഹിനോട് കാവൽ തേടിയാൽ പിന്നെന്താ പേടി? പടച്ചോനെ കാവലുണ്ടെങ്കിൽ പിന്നാരാ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വരിക? അള്ളാഹിനെ കാവലില്ലെങ്കിലോ പിന്നെ ആർക്കാ നമ്മെ കാക്കാൻ കഴിയുക? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും മന്ത്രിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മാ. റബ്ബിന്റെ പരിപൂർണമായ വചനങ്ങൾ മുൻനിർത്തിയ നിങ്ങൾക്ക് ഞാൻ റബ്ബിനോട് കാവൽ തേടുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പേരമക്കളായ ഹസൻ ഹുസൈനിന് ഇതേ പ്രാർത്ഥന ചൊല്ലി മന്ത്രിക്കുമായിരുന്നു. ഇതിൽ പറയുമായിരുന്നു, ഇന്ന അബാകുമാ ഇബ്രാഹിം, നിങ്ങളെ പിതാവായ ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, മന്ത്രിക്കാറുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ ബോധമില്ലാതെ പോയാലോ, കറുത്ത വളർത്തെടുക്കുക, കറുത്ത കുപ്പായിട്ടെടുക്കുക, എന്നാ കറുപ്പിട്ടാ പിന്നെ ബുദ്ധിമുട്ടില്ല. ഒരു മൂച്ചി തയ്യ നട്ട് അതിങ്ങനെ പൊന്തി വന്ന് നടാണ്ട് പൂടുമ്പോഴേ കൊണ്ടേ കറുപ്പ് ഇട്ടും. കാരണം എന്താ, ഇനി നമുക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ദോഷം ബാധിക്കാതിരിക്കാൻ, കണ്ണേറ് ബാധിക്കാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ കറുപ്പ് നൂലും കെട്ടിയിട്ട് ഇനി വേചാടല്ല, ആ കറുത്ത നൂല് മതി എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. ആ മാവ് ഉണ്ടാകും മുമ്പ് പടച്ചറബിന്റെ തീരുമാനമുണ്ട്. അതെന്നും മുളക്കണം, അതെന്നും വളരണം, അത് എത്ര വലിപ്പമാകണം, എത്ര കൊല്ലം നിലനിൽക്കണം, അത് പൂക്കുമോ, അത് കായ്ക്കുമോ, ആ കായ പാകമാകുമോ, അത് പഴുക്കുമോ, അത് ആരൊക്കെ തിന്നും, അത് എന്നൊക്കെ തിന്നും, ഇതൊക്കെ പടച്ചറബ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അതിനു മുമ്പേ തീരുമാനിച്ചു, അന്ന് രേഖപ്പെടുത്തി വെച്ചു. പിന്നെ നമ്മളതിനെ കൊണ്ടേക്കാണ്ട് കറുത്ത തുണിട്ടിയതുകൊണ്ട് ആ വിധിയിൽ മാറ്റൊന്നും വരാൻ പോണില്ല. പക്ഷെ ആൾക്ക് അല്ലാഹുവിനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങളെ പിന്നാലെ മനുഷ്യന്മാരെ പോകുന്നത്. ലക്ഷങ്ങൾ മുടക്കി വാഹനം വാങ്ങിയാൽ കാണാം, ആ വാഹനത്തുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മന്ത്രി ചോദിക്കിട്ടാം. അല്ലെ ആദ്യത്തെ ട്രിപ്പ് മമ്പുറത്തേക്ക് എന്തിനാ, അവിടെ പോയി പോന്നാ പിന്നെ വേജാറില്ല, നീ മമ്പുറത്തെ തങ്ങൾ നോയിക്കോളും, ഇതിന്റെ ബാക്കിയൊക്കെ എന്നാണ്. ഇല്ല, മമ്പുറത്ത് തങ്ങൾ ആരെയും കൂടില്ല, നമ്മൾ വണ്ടി വാങ്ങിയില്ല. ഇപ്പൊ എങ്ങനെ വണ്ടി വാങ്ങി എന്നുള്ള കാര്യം തങ്ങൾ പാപ്പക്ക് അറിയോ? ഇല്ല. മമ്പുറത്തേക്ക് വന്ന കാര്യം മൂപ്പരറിയോ? ഇല്ല. പക്ഷെ ആളുകള് നേരെ പോകാം മമ്പുറത്തേക്ക്, പുത്തമ്പള്ളിയിലേക്ക്, ഏർവാടിയിലേക്ക്, അജ്മീറിലേക്ക്, നാഗൂരിലേക്ക്. എന്തിനാ? അവിടെ പോയിട്ട് പോന്നാ പിന്നെ അവരെ കാവല് കിട്ടുമെന്ന വിശ്വാസം. അങ്ങനെയാണ് പാട്ട് പഠിപ്പിച്ചത്, അങ്ങനെയാ മാലപ്പാട്ടിലുള്ളത്. മുരീദി തമസ്സക് ബി വകുംബി വാസിഖ സഅഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്നെ മുറുകെ പിടിച്ചോ, ഞാൻ നോക്കിക്കൊള്ളാം നിന്റെ കാര്യമൊക്കെ. ദുനിയാവിലും ഞാൻ കാവൽ നൽകാം, പരലോകത്തും ഞാൻ കാവൽ നൽകാമെന്ന് ഷെയ്ഖ് പറഞ്ഞുവെന്നാണ് പാട്ടിലുള്ളത്. ഷെയ്ഖ് പറഞ്ഞിട്ടില്ല, ഷെയ്ഖ് പറഞ്ഞാലും അവിടെ നടക്കുകയുമില്ല. നബി തങ്ങൾ പഠിപ്പിച്ച് തിരിച്ചാണ് പടച്ച റബ്ബിന്റെ കാവലാണ് എന്നാണ്. അല്ലാഹുവേ, നീ തന്നാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ തരാനുമാണില്ല. ഇതെല്ലാവരും ചൊല്ലിപ്പോണ്ട്, എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചൊല്ലുന്നുണ്ട്. പക്ഷേ ഇതിന് ബോധമായി ഇറങ്ങിയിട്ടില്ല, ഇത് ഖൽബിലേക്ക് എത്തിയിട്ടില്ല, ഇതിന് വിശ്വാസമില്ല. നാവുകൊണ്ട് പറയും, പക്ഷെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് പടച്ചോൻ തന്ന് തടുക്കാൻ പടപ്പാളെടുത്ത് പോയി നോക്കുന്നത്. ഒരു അസുഖം വന്നു, കുറച്ചൊക്കെ ചികിത്സിച്ചു, ഹലാലായ അല്ലാഹ് അനുവദിച്ച ചികിത്സകൾ ചെയ്തു, കുറച്ചൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷെ രോഗം സുഖപ്പെടുന്നില്ല. അപ്പൊ എന്നാ ചെന്ന് പോയി നോക്കുക, വേറെ എവിടെയെങ്കിലും ഇനി എവിടെയും പോയി നോക്കുക. അങ്ങനെ ജാടത്തൊക്കെ പോവുക, ബീവിയെ കാണാൻ പോവുക, തങ്ങളെ കാണാൻ പോവുക. അവിടെ പോയി തങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഒരു വാക്ക് കിട്ടിയാൽ മതി, ഒരു നൂല് തന്നാ മതി, ഒന്ന് ഊതിയാ മതി, അതോടുകൂടി ഒക്കെ സുഖപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് റബ്ബ് തന്ന പരീക്ഷത്തെ മറികടക്കാൻ പടപ്പുകളെ പിന്നാലെ പോകുന്നവരായി മനുഷ്യൻ അധപതിച്ചിരിക്കുന്നു. 2 വഴിയാണ് നമുക്കുള്ളത്. ഒന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, 2 അല്ലാഹ് അനുവദിച്ച ചികിത്സകൾ ഉപയോഗപ്പെടുത്തുക. അനുവദിക്കാത്ത ചികിത്സ പോലും ഉപയോഗിക്കാൻ പാടില്ല. നബിയോട് ചോദിച്ചു, സ്വഹാബത്ത് നബിയെ, ചികിത്സയുടെ ഭാഗമായി മദ്യം ഉപയോഗിക്കാമോ? കള്ള്, അതിൽ ശമനമുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് അങ്ങനെ ചികിത്സന്റെ ഭാഗമായിട്ട് കള്ളുടിക്കാൻ പറ്റുമോന്ന് നബി തങ്ങൾ പറഞ്ഞു, അത് മരുന്നല്ല, അത് രോഗമാണ്. അത് രോഗമാണ്, മരുന്നല്ല. നിങ്ങൾ ചികിത്സിക്കണം, പക്ഷേ ഹറാം കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. ഹറാമിൽ ശമനമില്ല, ഹറാമിൽ ശമനമില്ല. ഈ ശമനമുണ്ടെങ്കിൽ പോലും അത് ആത്യന്തികമായി ശമനമല്ല. താൽക്കാലികമായി ആശ്വാസം കിട്ടിയേക്കാം, പക്ഷേ അതിനും വലിയ ദോഷമേ കൊണ്ട് വരാനുള്ളൂ. അപ്പൊ റബ്ബ് തന്നാൽ തടുക്കാൻ ആളില്ല, റബ്ബ് തടുത്താൽ തരാനുമാളില്ല. എല്ലാ കാര്യം എന്റെ റബ്ബ് മുമ്പേ തീരുമാനിച്ചു വെച്ചതാണ്. അല്ലാഹ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ്. തീരുമാനം അതിനു മുമ്പ് എത്രയോ മുമ്പ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ റബ്ബ് രേഖപ്പെടുത്തി വെച്ചു, ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല എല്ലാം രേഖയാക്കി വെച്ചു. എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഖിയാമത്ത് വരെ എന്തൊക്കെ നടക്കും, എല്ലാം രേഖയാക്കി വെച്ചു.
ആ രേഖയാണ് ഇവിടെ നടപ്പാകുന്നത്. അത് എളുപ്പമാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അത് അള്ളാഹ് നിശ്ചയിച്ച നിമിത്തങ്ങളെ ഉപയോഗപ്പെടുത്താം. വിശപ്പ് മാറും അള്ളാഹ് തീരുമാനിച്ചു എങ്ങനെ ഭക്ഷണം കഴിച്ചാൽ. അള്ളാഹ് വെച്ച സിസ്റ്റാണ്. ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, അള്ളാഹുമായി ഒരു ബന്ധം വേണം. അപ്പൊ തുടങ്ങുമ്പോ ബിസ്മില്ലാ, കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. അതെന്തിനാ? ആ കണക്ഷൻ വേണം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, വിശപ്പ് മാറുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ റബ്ബിന്റെ ഉദ്ദേശം കൂടി വേണം. മരുന്ന് കഴിച്ചാൽ രോഗം മാറിക്കൊള്ളണമെന്നില്ല. മരുന്ന് കഴിക്കുന്നു, അല്ലാഹു ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതാ വിശ്വാസി. അല്ലാഹ് അനുവദിച്ച വഴികളെ സ്വീകരിക്കുന്നു, പടച്ച റബ്ബിനോട് എളുപ്പമായി കിട്ടാൻ തൗഫീഖ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ എത്ര മരുന്ന് കുടിച്ചാലും ഒരു അസുഖം മാറണമെന്നില്ല. എല്ലാ നിമിത്തങ്ങളും ഒത്തു വന്നാലും കാര്യമുണ്ടാകണമെന്നില്ല. റബ്ബാണ് എളുപ്പമാക്കുന്നവൻ, റബ്ബാണ് കാര്യങ്ങൾ ചെയ്യുന്നവൻ, റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് തടയുന്നവൻ. അതിന് അല്ലാഹ് നിശ്ചയിച്ച വ്യവസ്ഥകൾ ഉണ്ടാകും. ആ വ്യവസ്ഥയുമായി നമ്മൾ ബന്ധപ്പെടുന്നുവെന്ന് മാത്രം. മരുന്ന് ഒരു വ്യവസ്ഥയാണ്, ഭക്ഷണം ഒരു വ്യവസ്ഥയാണ്, വെള്ളം ഒരു വ്യവസ്ഥയാണ്. ഇതൊന്നുമില്ലാതെ പടച്ച റബ്ബിന് ഇതൊക്കെ ചെയ്യാൻ കഴിയില്ലേ? എല്ലാം കഴിയും. നമുക്ക് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി അല്ലാഹു തആല ഒരു സിസ്റ്റം വെച്ചു എന്ന് മാത്രം. ആ സിസ്റ്റത്തെ ഉപയോഗിക്കുക. അവിടെയും അല്ലാഹു അനുവദിച്ചതാണോ അല്ലേ നോക്കുക. അനുവദിച്ചതാണെങ്കിൽ മാത്രം ചെയ്യുക. ബാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് കാര്യം നടക്കുക. ഈ നിലക്ക് മനസ്സിലാക്കിയില്ല എങ്കിൽ ജീവിതത്തിൽ നിരാശകൾ എപ്പോഴും വേട്ടയാടും. അസുഖം വന്നാലും, മക്കളില്ലാതായാലും, കുട്ടികളെ വിവാഹത്തിന്റെ കാര്യത്തിലും ഒക്കെ കാണാം വല്ലാത്ത ടെൻഷൻ. മോളെ കെട്ടിക്കാൻ തീരുമാനിച്ചത് മുതൽ ആദ്യമൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. നല്ല കോഴ്സാ പഠിക്കണത്, കാണാനും കുഴപ്പമൊന്നുമില്ല, ആണ്ട് തീരുമാനിച്ചാൽ മതി, കല്യാണമൊക്കെ ശരിയാകും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒരു 3-4 വന്ന് കണ്ടുപോയപ്പോഴൊന്നും പറ്റുന്നില്ല. അപ്പോഴേക്ക് തുടങ്ങും ചെറിയൊരു ബേജാറ്. അങ്ങനെ ഓരോരോ അന്വേഷണം വരികയാണ്. 8, 10, 15, 20, 30, 40, 50 ആള് വന്ന് കണ്ടുപോയി. പക്ഷെ ഒന്നും ശരിയാകണില്ല. പിന്നെ ഓൻ ബേജാറായി പോയി. അപ്പോൾ ഒരു സംശയം, എന്താ നടക്കാത്തത്? പിന്നെ അതിന് പിന്നാലെ ടെൻഷനായി. നീ ഓം മുടക്കുകയാണോ, അയൽവാസി മുടക്കുകയാണോ? പിന്നെ അതായി സംശയം, മറ്റേ ഓം മുടക്ക സംശയമുണ്ട്. പിന്നെ അടുത്ത അഡ്രസ്സ് എടുക്കുമ്പോൾ പറയുന്നത് ഇതിൽ കൂടി വരട്ടോ, ബാക്കിൽ വേറെ റോഡുണ്ട്, അതിൽ വന്നാൽ മതി. കാരണം ഇതിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ മറ്റൊരെങ്ങനെ കണ്ടാലോ, ഓനെങ്ങാനും അത് മുടക്കിയാലോ. ചില അങ്ങാടി കാണാൻ ബോർഡ് കല്യാണം മുടക്കിയുള്ള ശ്രദ്ധക്ക്. ആർക്കാ ചങ്ങായിമാരെ കല്യാണം മുടക്കാൻ കഴിയാം? അല്ലാഹ് നടത്താൻ തീരുമാനിച്ച കല്യാണം മുടക്കാൻ ആർക്കേം പറ്റും? അല്ലാഹ് നടക്കണ്ട തീരുമാനിച്ച വിവാഹം നടത്താൻ എല്ലാം കൂടി തീരുമാനിച്ചാൽ നടക്കുമോ? ഒന്നുമില്ല. അതാണ്ട് ഉറപ്പായാലോ പിന്നെന്താ? പടച്ചോ എൻ്റെ കുട്ടിക്ക് എപ്പോഴാണോ ഒരു വിവാഹം നിശ്ചയിച്ചത് അപ്പോൾ നടക്കും. എൻ്റെ കുട്ടിക്ക് അല്ലാഹു തആല ഒരു വിവാഹം ഈ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടില്ലെങ്കിലോ നാടൊന്നാകെ കൂടിയാലും ശരി നടത്താൻ കഴിയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. മുടങ്ങി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അതെനിക്ക് ഖൈറല്ല, അതുകൊണ്ട് അല്ലാഹ് ഒഴിവാക്കിയതാണ്. ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഒരു സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണമെന്നാണ്. ഈ വന്ന കേസൊന്നും സ്വാലിഹല്ല. പ്രത്യക്ഷത്തിൽ നല്ല കുട്ടിയാണ്, നല്ല തറവാടാണ്, നല്ല സമ്പത്താണ്, നല്ല സ്വഭാവമാണ്, അന്വേഷണങ്ങളും മോശമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞാൽ ഓൻ ഇസ്ലാമിനെ ഒഴിവാക്കി പോകാനുള്ളതായിരിക്കും. എല്ലാ തോന്നിയാസത്തിനും പിന്നാലെ പോയി ജീവിതം റൂട്ടുമാറാനുള്ള ആളായിരിക്കും അവൻ. നമ്മൾ ദുആ പഠിച്ചോനെ സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണമെന്നാണ്. ഓൻ ഇപ്പം നമ്മളെ കണ്ടിട്ട് സ്വാലിഹാണെങ്കിലും ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഓൻ സ്വാലിഹല്ലാതായി മാറും. അന്ന് ഓൻ പഴിച്ചു പോകുമ്പോൾ നമ്മളെ മോളും പഴിച്ചു പോകും. അങ്ങനെ നമ്മളെ മോള് നരകാവകാശിയായി മാറും. അതുകൊണ്ട് നമ്മളെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കൊണ്ട് അല്ലാഹു തആല അയൽവാസം ഏൽപ്പിച്ചു. എടാ അത് മുടക്കിക്കാള്, ഓൻ സ്വാലിഹായ ഭർത്താവിനെ ചോദിച്ചത് എന്നോട്, ഈ ബന്ധമൊന്നും സ്വാലിഹല്ല, നീ അത് മുടക്കണം. ഓൻ മുടക്കി. അപ്പം അയൽവാസി മുടക്കുന്നുണ്ടെങ്കിൽ ഓന് അവാർഡ് കൊടുക്കുക വേണ്ടത്, അല്ലാതെ ഓനെ ബന്ധം ദേഷ്യം പിടിച്ചൊരു കാര്യമുണ്ടോ? അല്ലാഹു അവനെ ഏൽപ്പിച്ചതാണ് അത് മുടക്കാൻ. കാര്യം എനിക്കറിയില്ല, ഓൻ്റെ മട്ടന്മാരെയും കണ്ടപ്പോൾ നല്ല കുട്ടിയാണ്, അന്വേഷണത്തിലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഓൻ എന്താകുക നമുക്ക് പറയാൻ പറ്റും? അത് അല്ലാഹ്ക്കറിയും. അപ്പം അല്ലാഹു തആല തീരുമാനിച്ചു വേണ്ട, ഓൻ്റെ മോക്കത് വേണ്ട. അങ്ങനെ അവസാനം നമ്മൾ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ട, ഇവിടെ നിന്നും വേണ്ട, കുറച്ച് ദൂരത്തേക്ക് പോകാം, നാട്ടിൽ നിന്നും വേണം, ജില്ല വിട്ട്
3-4 ജില്ല അപ്പുറത്തേക്ക് കുറച്ച് വിട്ടുന്ന് അന്വേഷിക്കുക, എന്നാ പിന്നെ ഈ വക പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഒക്കെ അന്വേഷിച്ചു, ഒന്നും ശരിയാണില്ല. അവസാനം കാണാം 4 വീട് അപ്പുറത്തുള്ള ബന്ധം കെട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പഠിച്ചോടെ എത്ര കാലം നമ്മൾ അന്വേഷിച്ചു, ഇതിവിടെ ഉമ്മ തിന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ അന്വേഷിച്ചത്. അതങ്ങനെയാണ്, അല്ല തീരുമാനിച്ച സമയമുണ്ട്, ആ സമയത്ത് നടക്കും. ഇങ്ങനെ അള്ളാനെ മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതത്തിൽ വിഷമല്ല, ടെൻഷനില്ല. എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹ്. ആ ലെവലിലേക്ക് എത്താൻ സഹോദരന്മാരെ റബ്ബിനെ അറിയുക എന്നത് മാത്രമേ പരിഹാരമുള്ളൂ. അല്ലാഹു തആലയാണ് എല്ലാം ചെയ്യുന്നത്, എല്ലാത്തിനെയും നിയന്ത്രണം അല്ലാഹുവാണ്. റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബാണവൻ. എന്താ റബ്ബ് പറഞ്ഞാൽ? റബ്ബ് എന്ന വാക്കിന് നേർക്ക് നേരെ പറയാവുന്ന അർത്ഥം മലയാളത്തിൽ ഇല്ല. അത് മലയാള ഭാഷയിൽ കൊള്ളുന്ന വാക്കല്ല റബ്ബ് എന്നുള്ളത്. മലയാള ഭാഷയിൽ അങ്ങനത്തെ ഒരു പദമില്ല. പിന്നെ കിട്ടാവുന്ന പദം നമ്മൾ ഖുർആൻ പരിഭാഷകൾ തൂക്കി കാണാം, സർവ്വലോക രക്ഷിതാവായ അല്ലാഹ്. അത് മലയാളത്തിൽ പറയാൻ പറ്റിയ വാക്ക് പറഞ്ഞേ ഉള്ളൂ. രക്ഷിതാവ് എന്ന വാക്കും റബ്ബ് എന്ന വാക്കും ഒരിക്കലും തുല്യമാവുകയില്ല. റബ്ബ് എന്ന വാക്കിന് തഫ്സീറിനെ കുറിച്ച് വിശദീകരണം കാണാം. ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ ചോദിക്കാതെ കണ്ടറിഞ്ഞ് നൽകുന്നവൻ, അതാ റബ്ബ്. എല്ലാവർക്കും എന്താണോ ആവശ്യം അത് ആവശ്യമുള്ള സമയത്ത് കൊടുക്കണം, ആവശ്യമുള്ള അളവിൽ കൊടുക്കണം, ആവശ്യം അനുസരിച്ച് കൊടുക്കണം, ചോദിക്കാതെ കൊടുക്കണം, അതാ റബ്ബ്. ചോദിച്ചത് കൊടുത്താൽ റബ്ബല്ല. നമ്മളൊക്കെ കുട്ടികളെ രക്ഷിതാവാണ്. സ്കൂളിൽ ചേർക്കുമ്പോൾ ഫോം പൂരിപ്പിക്കുമ്പോൾ രക്ഷിതാവിന്റെ പേര് നമ്മളെ പേര് എഴുതും. കുട്ടി എന്ന് പറയാം, ആ സ്കൂളിൽ നിന്ന് ഫീസ് കൊണ്ടുവരാൻ പറഞ്ഞേക്കണേ, പൈസ കൊടുത്തു, ഓൻ റബ്ബ് എന്ന് പറയാൻ പറ്റും, രക്ഷിതാവായിക്കും, റബ്ബല്ല. ചോദിച്ചത് കൊടുത്താൽ റബ്ബല്ല, ചോദിക്കാതെ കൊടുക്കുന്നവൻ. ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ ചോദിക്കാതെ കണ്ടറിഞ്ഞു നൽകുക. ആർക്ക്? അൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും. ആകാശഭൂമികൾ മുതൽ സൂര്യചന്ദ്രന്മാർ മുതൽ ചെറിയ ചെറിയ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവികൾക്കും ആവശ്യമായത് മുഴുവനും ആവശ്യമുള്ള സമയത്ത് നൽകുന്നവൻ, അതാ പടച്ച റബ്ബ്. നമ്മളൊക്കെ അല്ലാഹ് ചോദിച്ചത് കുറച്ച് കാര്യങ്ങളുള്ളൂ, വളരെ തുച്ഛം കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ ചോദിക്കാതെ കിട്ടിയില്ല. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ തൊള്ളി പല്ലുണ്ടാവില്ല, എന്നാൽ തലയിൽ മുടി ഉണ്ടാവും. ജനിച്ചു വരുമ്പോൾ തലയിൽ മുടിയുണ്ട്, വായിൽ പല്ലില്ല. നമ്മൾ ആരെങ്കിലും ദോഴിക്കണോ, പഠിച്ചോ എൻ്റെ കുട്ടിക്ക് പല്ല് കൊടുക്കണേ? ഇല്ലല്ലോ. അതാ സമയമാകുമ്പോൾ അങ്ങോട്ട് വരും. ആദ്യം ഒരു പല്ല്, പിന്നെ 2ാമത്തെ പല്ല്, പിന്നെ 3ാമത്തെ, പിന്നെ 4ാമത്തെ, അങ്ങോട്ട് വന്ന് 26 പല്ലായ തൽക്കാലം അവിടെ നിൽക്കും. പിന്നെ 2 വരാണ്ട് അതിന് 10-20 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതുപോലെ 10-20 വയസ്സാണ് കാലത്താണ് പിന്നെ അത് വരിക. അതെന്താ അങ്ങനെ, എന്താ അന്ന് കൊടുത്തൂടെ? ഇല്ല, അന്ന് കൊടുക്കാൻ പറ്റിയല്ല. എന്നാൽ നമുക്ക് എങ്ങനെ ടെൻഷൻ, പക്ഷേ എനിക്ക് കൂട്ടലിൽ വരൂലേ, ആകെ ബുദ്ധിമുട്ടാവോ എന്ന് ടെൻഷൻ അയക്കണോ? ഇല്ലല്ലോ, അതല്ല കൊടുക്കും. ഓരോന്ന് ഓരോ സമയത്ത് അതങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് റബ്ബ്. ആ റബ്ബിനെ മനസ്സിലാക്കിയാൽ പിന്നെ ദുനിയാവ് ഓനെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗം അനുഭവിക്കാത്തവൻ പരലോകത്തെ സ്വർഗം അനുഭവിക്കൂല. ദുനിയാവിലെ സ്വർഗം അതെന്താ? ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ ലഭിക്കുന്ന സമാധാനം, മനസ്സിന്റെ വല്ലാത്ത സംതൃപ്തി, റബ്ബിൽ തവക്കുലാക്കുമ്പോൾ കിട്ടുന്ന അവന്റെ ആ സമാധാനം, അത് അനുഭവിക്കാത്തവന് പരലോകത്തെ സ്വർഗത്തിൽ കയറാൻ പറ്റൂല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ച ഒരുപാട് കിതാബിൽ അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ആശയമാണ്. ദുനിയാവിലെ സ്വർഗത്തിൽ കയറിയവനെ പരലോകത്തെ സ്വർഗത്തിൽ കയറുള്ളൂ. ദുനിയാവിലെ സ്വർഗം ഇതാണ്. ഇങ്ങനത്തെ ഒരു വിശ്വാസമുള്ളവനെ സംബന്ധിച്ച് ഓനെ സന്തോഷമേ ഉള്ളൂ. ഓനെ വാപ്പ മരിച്ചു എന്ന് കേട്ടാലും ഇന്നാദില്ല ഓ ഇന്നാലില്ലാഹി റാജിഊൻ. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം ഒന്നാകെ തകർന്നടിഞ്ഞു എന്ന് ഒരു ഫോൺ കോൾ വന്നാലും അറ്റാക്കായിട്ട് മുകുന്നില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളത് അത് സാരമില്ല, നമ്മൾ കയ്യും വീശി വന്നായില്ലേ, നീ പറയാൻ പോകാനുള്ളതല്ലേ? അല്ലല്ല, അത് വല്ലാത്ത സമാധാനം. അല്ലാത്തോന്ന് വെച്ചാലോ, ചെറിയൊരു ടെസ്റ്റ് ചെയ്തു, ചെറിയൊരു വേദന, ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അപ്പോഴേക്ക് ഓൻ അറ്റാക്കായി. കാരണം ഓനത്രേ ഉള്ളൂ. ഓൻ ദീനിലാണൊക്കെ തവക്കുലാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ അറിയാം. ഈമാൻ കാര്യം ഒന്നാമത്തെ പറഞ്ഞ എന്താ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക. അതാണ് അസ്ല്. ഒരു അള്ളണ്ട് വിശ്വസിക്കുന്നതല്ലത്. അള്ളണ്ട് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും അള്ളണ്ട്. ഇപ്പൊ അള്ളല്ലാത്ത വിശ്വസിച്ചു, അവിടെ അള്ളല്ലാതാവും.
അതല്ല ഈമാനിൽ ഒന്നാമത്തത്. പടച്ച റബ്ബിനെ അറിയേണ്ട വിധം അറിയുക, വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കുക. അള്ളാന്റെ ഓരോ പേരും വല്ലാത്ത സമാധാനം നൽകുന്ന പേരാണ്. അത് അള്ളാഹ് പറഞ്ഞത് നമുക്ക് അള്ളാന്റെ പേര് അതൊക്കെയാണ്. വിശേഷണം എന്തൊക്കെയാണ് അള്ളാഹ് പഠിപ്പിച്ചെന്നു, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്നു. ആ നിലക്ക് റബ്ബിനെ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി മാറുന്നത്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, അവൻ നാമങ്ങളെ പഠിക്കണം, വിശേഷങ്ങളെ പഠിക്കണം, പടച്ച റബ്ബിന്റെ മഹത്വങ്ങളെ അറിയണം, റബ്ബിനെ പറ്റി ചിന്തിക്കണം. അള്ളാഹിന്റെ സൃഷ്ടിപ്പ്, അവന്റെ പ്രവൃത്തികൾ, അവന്റെ നാമഗുണ വിശേഷണങ്ങൾ, ഇതൊക്കെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ റബ്ബിലേക്ക് മടങ്ങുക. ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അള്ളാഹിനെ പറ്റി ഓർക്കുന്നവർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുന്നവർ, ചിന്തിച്ചത് എന്താ ഉണ്ടാകുക? റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വെറുതെ ഉണ്ടാക്കിയതല്ല, ഈ ആകാശം ഈ ഭൂമിയും ഈ കാണുന്ന മുഴുവനും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ, അതുകൊണ്ട് സുബ്ഹാനക് നീ എത്ര പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാഹ് എന്ന തേട്ടം ഉള്ളിന്ന് പുറത്തേക്കേണ്ടി വരും. ആ റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോഴോ പലരെയും അള്ളാഹിനെ പോലാക്കും, അള്ളാഹിനെ പടപ്പാളെ പോലാക്കും, റബ്ബിനെ പടപ്പാളെ പോലാക്കും, പടപ്പാളെ പഠിച്ചവനെ പോലാക്കും. അതെന്താ കാരണം? അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് CM മടവൂര് ലോകം നിയന്ത്രിക്കുന്നൊക്കെ പറയുന്നത്. ലോകം മൊത്തം നിയന്ത്രിക്കാൻ CM മടവിന് പറ്റുന്നത് എങ്ങനെ ഒരു മനുഷ്യന്മാർക്ക് പറയാൻ കഴിഞ്ഞത്? പഠിച്ചവനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് എവിടുന്ന് വിളിച്ചാലും പലരും ഉത്തരം ചെയ്യുമെന്ന് പടപ്പിനെ പറ്റി എങ്ങനെ പറയാൻ കഴിയുന്നു? അള്ളാഹിനെ മനസ്സിലാക്കാത്തതുകൊണ്ട്. ഭാഷ പ്രശ്നമല്ല, ദേശം പ്രശ്നമല്ല, ആവശ്യം പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വൈപൂടതുത്തീരം ചെയ്യും ഞാനെന്നോ അവർ. ഏത് സ്ഥലത്ത് നിന്ന് ആരെന്നെ വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞു എന്ന് കോഴിക്കോട്ട് എഴുതിച്ചപ്പോ അതെങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റിയത്? അള്ളാഹിനെ മനസ്സിലാക്കാത്തോണ്ട, ദീന് മനസ്സിലാക്കാത്തോണ്ട. അല്ലെങ്കിൽ പടച്ചറബിനോട് തുല്യപ്പെടുത്തുന്ന ഒരു വാക്ക് പോയിട്ട് അങ്ങനെ സംഗതി സങ്കല്പിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് പറ്റും. വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് ഓതുന്ന മനുഷ്യന് പിന്നെ എങ്ങനെയത് പറയാൻ പറ്റുക? അള്ളാഹിനെ പോലെ ഒന്നുമില്ല, അള്ളാഹിനെ പോലെ ആരുമില്ല. ഇത് ആർക്കറിയാത്ത ഈ ആയത്ത് എത്ര വട്ടം നമ്മൾ ഓതിയത്? വലം യകുൻ ലഹു കുഫുവൻ അഹദ്. എന്നിട്ടും അപ്പുറത്ത് പോയിട്ട് പറയാ അള്ളാഹ് കാണും പോലെ കാണും, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കും, വിളിച്ചാൽ ഉത്തരം കിട്ടും, ലോകം മൊത്തം നിയന്ത്രിക്കും, എവിടുന്ന് വിളിച്ചാലും ഓടിയെത്തും എന്നൊക്കെ പറയുന്നു. ആര്? വലം യകുൻ ലഹു കുഫുവൻ അഹദ് ഓതന മനുഷ്യൻ തന്നെയാണ്. സഹോദരങ്ങളെ, റബ്ബിനെ മനസ്സിലാക്കിയാൽ അത് പറയാൻ കഴിയും. നബിന്റെ അടുത്ത് പറയ, നബിയെ പടച്ചോനെ നിങ്ങളും ഉദ്ദേശിച്ചാൽ ആ കാര്യമുണ്ടാകും. അല്ലാഹും റസൂലും വിചാരിച്ചാൽ എന്താ നബി പറഞ്ഞത്? നീ എന്നെ അള്ളാഹിനടുത്ത് പോലെ ആക്കാണോ എന്ന്. അജഅൽതനീ ലില്ലാഹി നിദ്ദാ, നീ എന്നെ അള്ളാഹിനെ പോലെ ആക്കാണോ എന്ന നബി തിരിച്ചവിടെ ചോദിച്ചു. അല്ല, ശരി തന്നെയാണ്, ഞാനും വിചാരിച്ചാൽ ഉണ്ടാവുള്ളൂ എന്നല്ല പറഞ്ഞത്. നീ എന്നെ അള്ളാഹിനെ പോലെ ആക്കാണോ എന്നാ ചോദിച്ചത്. അതാ നബിതങ്ങൾ തിരിച്ചു പഠിപ്പിച്ച പാഠം. ഇവിടെ നേരെ മറിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച് പഠിക്കാൻ, അള്ളാഹിനെ അറിയാൻ, ആ റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബിലേക്ക് അടുക്കുക. ഇബാദാത്തുകൾ അള്ളാഹ്ക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ അവിടെ നിസ്കരിച്ചാൽ അള്ളാഹ്ക്ക് വല്ലതും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമ്മൾ നോമ്പോറ്റു, അള്ളാഹ്ക്ക് വല്ലതും കിട്ടാനുണ്ടോ? പകൽ ചോറുന്നില്ല, രാവിലെ നാസ്തയിച്ചില്ല, വൈകുന്നേരത്തെ ചായയും കുടിച്ചില്ല, പകല് ഫുള്ള് പട്ടിണി ഇടുന്നു, അള്ളാഹ്ക്ക് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. നമ്മളെല്ലാവരും കുറെ സ്വതക്ക ചെയ്തു, കുറെ ദിക്ർ ചൊല്ലി, കുറെ ദുആ ചെയ്തു, കുറെ സ്വലാത്ത് ചൊല്ലി, ഹജ്ജിന് പോയി, ഉംറയ്ക്ക് പോയി, അള്ളാഹ്ക്ക് എന്താ കിട്ടാൻ? ഒന്നും കിട്ടാനില്ല. ആരും ഒന്നും ചെയ്തില്ല. എല്ലാ പള്ളിയും ഒഴിവാക്കി, ഒക്കെ അടച്ചു പൂട്ടി. ഇനി അത്ര മതി, ആട് നിസ്കരിക്കണ്ട, ആട് നോമ്പ് വയ്ക്കണ്ട, പഠിച്ചോ എന്താ കാട്ടാൻ നോക്കാനും. എന്താ കാട്ടാൻ? പടച്ചറപ്പിൽ അതുകൊണ്ട് നഷ്ടം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇബാദത്ത് ശുക്റാണ്, നന്ദിയാണ്. ഇബാദത്ത് ശുക്റാണ്, നന്ദിയാണ്. അല്ലാഹ്ക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല, പടച്ച റബ്ബിനെ നമ്മൾ ആവശ്യമില്ല. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു തആല പരിചയപ്പെടുത്തി, മനുഷ്യരെ നിങ്ങളൊക്കെ അല്ലാഹനെ ആശ്രയിക്കുന്നവരാണ്, പടച്ച റബ്ബിന് ഒരാളെയും ആശ്രയമില്ല. അല്ലാഹ് ഗനിയാണ്, ഒരാളെയും ആവശ്യമില്ല. ഹമീദാണ്, സ്തുത്യർഹനാണ്. മനുഷ്യന്മാരോ അല്ലാഹനെ ആശ്രയിക്കുന്നവരാണ്, പടച്ച റബ്ബ് ഒരാളെയും ആശ്രയിക്കുന്നില്ല.
അല്ലാഹ് സ്വമദാണ്. എന്താ സ്വമദ്? ആരെയും ആശ്രയിക്കാത്തവൻ, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ. അതാ സ്വമദ്. ആരെയും ആശ്രയിക്കാത്തവൻ, എല്ലാവരും ആശ്രയിക്കപ്പെടുന്നവൻ. അല്ലാഹ് സ്വമദാണ്. പടച്ച റബ്ബിന് നമ്മുടെ ഇബാദത്ത് ആവശ്യമില്ല. പിന്നെ എന്തിനാ നമ്മൾ ഇബാദത്ത് എടുക്കാൻ പറഞ്ഞത്? നമുക്ക് വേണ്ടിയാണ്. എന്തിനാ ഹറാമും ഹലാലും നിശ്ചയിച്ചത്? നമുക്ക് വേണ്ടിയാണ്. മദ്യപിക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞത് എന്തിനാ? ഇവിടെ എല്ലാ മനുഷ്യന്മാരും കള്ളുടിച്ചാൽ അല്ലാഹ്ക്ക് വല്ല കുറവുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനാ അത്? മനുഷ്യന് ദുനിയാവിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ അവന്റെ ബുദ്ധിയെ തകർക്കുന്ന ഒരു സംഗതി ചെയ്യാൻ പാടില്ല. കുടുംബത്തെ തകർക്കുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. സമ്പത്ത് നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പഠിച്ചോൻ പറഞ്ഞു, നിങ്ങൾ പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, കൈക്കൂലി വാങ്ങരുത്, കൊള്ളലാഭം ഉണ്ടാക്കരുത്, മോട്ടിക്കാൻ പോകരുത്, വ്യഭിചാരത്തിന് പോകരുത്, അന്യ സ്ത്രീയുമായി അന്യായമായി ഇടപഴകാൻ പോകരുത്, ലഹരി ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി കുറെ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നമ്മുടെ നാട്, നമ്മുടെ ശരീരം അതെല്ലാം സുരക്ഷിതമായി നിലനിൽക്കണമെങ്കിൽ ഈ നിയമങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പഠിച്ചോൻ പറഞ്ഞത്, അത് കാണാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, ഇത് ഉടുക്കാൻ പാടില്ല, അത് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ പഠിച്ചോന് വേണ്ടിയല്ല. എന്നിട്ട് ഇത് പാലിച്ചാൽ പഠിച്ചോം അതിൽ നമുക്ക് കൂലി വളർത്തിലാണ്. നമുക്ക് വേണ്ടി നിയമം വെച്ചിട്ട് ആ നിയമം നമ്മൾ പാലിച്ചാൽ അതിന് പഠിച്ചോം കൂലി തരാ. അപ്പൊ എത്ര അല്ലാഹുവിന്റെ റഹ്മത്ത്! നിയമം വെച്ച് നമുക്ക് വേണ്ടി പാലിച്ചാൽ നേട്ടം നമുക്ക്, എന്നിട്ട് ആ നേട്ടം കിട്ടുന്ന നമുക്ക് തന്നെ അല്ലാഹ് കൂലി തരിക. എന്നായിക്കോട്ടെ, ശുക്ർ ചെയ്തതിന് എനിക്ക് വേറെ കൂലി. അതാ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ്, ഒരൊറ്റ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയില്ല. കാരണം എന്താ? ഒരു നിഅമത്ത് കിട്ടിയാൽ ശുക്ർ ചെയ്യണമെങ്കിൽ അതിന് വേറെ നിഅമത്ത് അനുഭവിക്കണം. ഒരു നിഅമത്ത് കിട്ടിയപ്പോൾ കയ്യൊന്നിങ്ങനെ മടക്കി, ഇതൊരു നിഅമത്താണ്. ഒരു നിഅമത്തല്ല, ഒരുപാട് നിഅമത്താണ്. കയ്യിന് വിരല് മടങ്ങണമെങ്കിൽ ഈ വിരല് മാത്രം ഉണ്ടായാൽ പോരാ. ശരീരത്തിലെ മൊത്തം സംവിധാനം കൃത്യമായി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ വിരല് മടങ്ങുള്ളൂ. ഇത് മടക്കണം എന്നുള്ള ഒരു തോന്നൽ ആദ്യം അവിടെ വരണം. അവിടുന്ന് മെസ്സേജ് ഇങ്ങോട്ട് പാസ് ചെയ്യണം, ഈ നാടിന് അനുഭവമൊക്കെ വർക്ക് ചെയ്യണം, ചോര അതിൽ കൂടി പാസ് ചെയ്യണം. അപ്പോഴേ ഇത് മടക്കാൻ പറ്റുള്ളൂ. ആയിരം നിഅമത്തുകളെ അനുഭവിച്ചുകൊണ്ടാണ് ഒരു വിരല് മടക്കാൻ കഴിയുക. ഇതിൽ ശുക്ർ കാണിക്കണം. ശുക്ർ കാണിക്കാൻ മിനിമം ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു അൽഹംദുലില്ലാഹ് പറയണമെങ്കിൽ എത്ര നിഅമത്ത് വേറെ അനുഭവിക്കണം? അൽഹംദുലില്ലാഹ് പറയണമെങ്കിൽ കേവലം നാവുണ്ടായാൽ പോരാ, ശരീരത്തിന്റെ മൊത്തം സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്യണം. അപ്പോഴേ നാവിന്ന് പുറത്തേക്ക് ഭാഷ വരുള്ളൂ. ഒരു നിഅമത്ത് അനുഭവിച്ചാൽ ശുക്ർ ചെയ്യണമെങ്കിൽ 1000 നിഅമത്തുകളെ വേറെ അനുഭവിക്കണം. അപ്പൊ ആ നിഅമത്തിലൊക്കെ ശുക്ർ ചെയ്യണം. അത് ചെയ്യണമെങ്കിലോ പിന്നെയും ധാരാളം നിഅമത്ത് അനുഭവിക്കണം. അതുകൊണ്ട് ഒരൊറ്റ നിഅമത്തിനും ശുക്ർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അത് അല്ലാഹ് പറഞ്ഞു, ഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ്. നന്ദി കാണിക്കുന്നവരോ ഖലീലം മാ തശ്കുറൂൻ, നിങ്ങൾ ചെയ്യുന്ന നന്ദിയും വളരെ കുറവാണ്. നന്ദി ഉള്ളവരും കുറവ്, ഉള്ളവന്റെ നന്ദിയോ അതും വളരെ കുറവ്. പിന്നെ ബാക്കി അള്ളാഹിന്റെ വക ഫ്രീ ഔദാര്യം കൊടുക്കുക, അവന്റെ റഹ്മത്താണ്. വാരിക്കോരി കൊടുക്കുക. അല്ലാഹ് ഇങ്ങനെയൊക്കെ നിഅമത്ത് കിട്ടിയിട്ട് ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കൂലി വേറെ കൊടുക്കുക. പടച്ചോ നിഅമത്ത് കിട്ടി, അപ്പൊ ആ നിഅമത്തിന് ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അതിനല്ല വാരിക്കോരി കൊടുക്കുക, അവനെ പ്രതിഫലം. അതാ റബ്ബിന്റെ റഹ്മത്ത്. എന്നിട്ട് ആ അള്ളാഹിനെ പറ്റിയാണ് നമ്മൾ വിചാരിക്കായി. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊന്നും അതിനാ കിട്ടൂല. നാലാളെയും കൂട്ടി പോവുക, മറ്റൊരു ഹക്കജാഹ വർക്കത്തെ കൂട്ടുക, മറ്റാളെയും കൂട്ടിയിട്ട് പോവുക, എന്നാലേ കിട്ടുള്ളൂ എന്ന് പറയണത് ഈ പഠിച്ചവനെ പറ്റിയാണ്. സഹോദരങ്ങൾ, റബ്ബെ നമ്മൾ മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, ദീൻ നമ്മൾ പഠിക്കുക, ഖുർആന്റെ കൂടെ സഞ്ചരിക്കുക, പടച്ച റബ്ബിനെ കൃത്യമായി അറിയുക. ആ റബ്ബിലേക്ക് മനസ്സറിഞ്ഞു മടങ്ങാൻ, ആ പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ, ആ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാവുക. ശുക്റുള്ള, നന്ദിയുള്ള അടിമകളായി മാറുക. അതുമാത്രമാണ് രക്ഷക്കുള്ള മാർഗം. അതല്ല എങ്കിൽ വമ്പൻ നഷ്ടം. ഖസ്റദ് ദുനിയാ വൽ ആഖിറ, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. ദുനിയാവും നഷ്ടമായി, പരലോകവും നഷ്ടമായി,
അതാണ് ഏറ്റവും വ്യക്തമായ നഷ്ടമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നു. ആ നഷ്ടം വരാതിരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക. ഖുർആൻ ക്ലാസ് ഉണ്ട് നമ്മളിവിടൊക്കെ, നമ്മൾ കൈകഞ്ചന ദാറുസ്സലാം പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും സുബഹിക്ക് ശേഷം ഖുർആൻ ക്ലാസ് ഉണ്ട്. ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെയൊക്കെ നമ്മൾ ക്ലാസ്സുകളുണ്ട്. ഒരുപാട് പഠന സംരംഭങ്ങൾ മൊബൈൽ ഫോണിൽ കിട്ടും, ഓൺലൈനായിട്ടുണ്ട്, ഓഫ്ലൈനായിട്ടുണ്ട്, വ്യത്യസ്തമായ സംരംഭങ്ങളുണ്ട്. നമ്മളെ കുട്ടികൾക്ക് മദ്രസയുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. ആ പള്ളിക്ക് മദ്രസ ഉണ്ട്. ഏത് കുട്ടിയാക്കും വരാം. രാവിലെ ഒരു 1.5 മണിക്കൂർ സമയം ദർസുണ്ട്. അവിടെ പോയി താമസിച്ച് ദീന് പഠിക്കാൻ സംവിധാനമുണ്ട്. ഇവിടെ മിനിയൂട്ടിൽ വിശാലമായ കോളേജുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ദീന് പഠിക്കാനുള്ള നല്ല സംവിധാനം ഇവിടെയുണ്ട്. അതേപോലെ പാണക്കാട് പെൺകുട്ടികൾക്കുള്ള ക്യാമ്പസ് ഉണ്ട്. ഖുർആൻ ഹിഫ്ളാക്കാൻ സംവിധാനമുണ്ട്. ഇപ്പൊ പഴയ കാലത്തില്ലാത്ത എത്രയോ സംവിധാനങ്ങൾ നമ്മളെ നാട്ടിൽ വന്നു. അള്ളാഹുവിന്റെ കിതാബ് കാണാപ്പാഠം പഠിക്കാൻ ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കും നമ്മളെ തൽക്കാമ്പുറത്ത് സൗകര്യമുണ്ട്. മിനിയൂട്ടി പോയാൽ ആൺകുട്ടിയാക്ക് ഖുർആൻ ഹിഫ്ളാക്കാം. പഴയ അപ്പുറത്ത് താഴെ പെൺകുട്ടിയാക്ക് വേണ്ടി ഹിഫ്ള് സമയം നമ്മൾ ആരംഭിച്ചു. 10 വയസ്സ് 11 വയസ്സൊക്കെയുള്ള പെൺകുട്ടിയാക്ക് അവിടെ ചേർന്ന ഖുർആൻ ഹിഫ്ളാക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടിയൊക്കെ പാണക്കാട് ക്യാമ്പസിൽ പോയി ചേർന്ന് പഠിക്കാം. ഒരു ഉറുപ്പിക ചെലവില്ല, ഫീസ് കൊടുക്കണ്ട, താമസം ഫ്രീ, ഭക്ഷണം ഫ്രീ, എല്ലാം ഫ്രീ ആയി കിട്ടും. പഠിച്ചാൽ മാത്രം മതി. വ്യത്യസ്തമായ സംരംഭങ്ങൾ എമ്പാടുമുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവധിക്കാല ക്ലാസ്സുകൾ വരാൻ പോകുന്നു. അടുത്ത മാസം CR എന്ന പേരിൽ എല്ലാ ആഴ്ചയിലും പഠന സംരംഭങ്ങൾ. മെയ് 11 വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ഒരു പ്രത്യേകമായ സമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഹൈസ്കൂൾ മുതൽ +2 മുതൽ ഡിഗ്രി മുതലൊക്കെയുള്ള ഏത് കോഴ്സിനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു സംരംഭമാണ് മെയ് 11 കേരള വിദ്യാർത്ഥി സമ്മേളനം. വെറും ഒരു സമ്മേളനമല്ല. കുട്ടികൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ ലഭിക്കും. ഇന്ന് ലഹരിയും അതേപോലെ തോന്നിവാസങ്ങളും നിരീശ്വരവാദങ്ങളും സ്വതന്ത്രവാദങ്ങളൊക്കെ വ്യാപകമായി വരുമ്പോൾ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് കുട്ടികളെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് കൃത്യമായി ദിശാബോധം നൽകുന്ന, ധർമ്മബോധം നൽകുന്ന വ്യത്യസ്തമായ സംരംഭങ്ങളാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുക. നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക. ഇവിടുന്നൊക്കെ വാഹനം പുറപ്പെടും. അതിൽ കയറ്റി കൊടുത്താൽ മാത്രം മതി. അവരെ പോയി ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തീർച്ചയായും ആ മക്കൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കാറൊന്നുമില്ല. ആ നിലക്കുള്ള നന്മകളുടെ കൂടെ നമ്മളും സഞ്ചരിക്കുക. റബ്ബിനോട് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ രംഗത്തും അല്ലാഹു തആല ബറക്കത്ത് വർഷിക്കുമാറാവട്ടെ. സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് വർഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലെ ആയുസ് മുഴുവൻ അള്ളാഹിന്റെ ഇഷ്ടത്തിലായി വിനിയോഗിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പോൾ മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് സ്വർഗം നൽകി അമ്പിയാക്കളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ, സുദീഖുകളെയും ശുഹദാഇന്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരിടം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.